ആൻഡ് മൈ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും കോർ ടെക്നോളജി പ്രോഡക്റ്റ് ഗ്ലോബലി ഷിപ്പ് ചെയ്യാൻ കഴിയുന്ന സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവുക. കേരളത്തിലെ ട്രഷറിയുടെ മുഴുവൻ കമ്പ്യൂട്ടറൈസേഷൻ്റെ ഉത്തരവാദിത്തമുള്ള ഒരു അപ്രൻറ്റിസ് ആയിരുന്നു ഞാൻ. പ്രോഗ്രാമിങ് ഞാൻ തനിയെ പഠിച്ചതാണ്. സോ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് പ്രോഗ്രാമർ ആവണം എന്ന് പറഞ്ഞിട്ട് സെൽഫായിട്ട് ഇൻ്റർനെറ്റ് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വെബിനകത്ത് നിങ്ങളുടെ ഡേറ്റാബേസിനകത്ത് ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് എടുക്കാൻ സാധിക്കുമെന്നൊരു 19-കാരൻ വേൾഡിനെ വെല്ലുവിളിച്ച ഒരു മനുഷ്യനുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിനകത്ത് ആ ടെക്നോളജിയുടെ ഒരു ഇഷ്ടം കൊണ്ട് ഞങ്ങൾ വളരെ പെട്ടെന്ന് സുഹൃത്തുക്കളാവുകയും ആ സൗഹൃദത്തിൻ്റെ പേരിൽ ജോലി ക്വിറ്റ് ചെയ്തിട്ട് ഇദ്ദേഹത്തിനോടൊപ്പം ഒരു കമ്പനിയായിട്ട് തുടങ്ങുക എന്നുള്ള ഇദ്ദേഹത്തിന് ആ ഒരു പ്രോജക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇറങ്ങുന്നത്. വാട്ട് ആർ യു ട്രൈങ് ടു ഡു? ഒരു സാഹിബ് വന്നു, സാഹിബിനോടൊപ്പം ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് നീ കമ്പനി വിടുക എന്ന് പറയുന്ന ഒരു സേഫ്റ്റി നഷ്ടപ്പെടുത്തുക അല്ലേ. 1/2 മണിക്കൂർ ലുക്കിംഗ് അറ്റ് വാച്ച്. ഇപ്പം മണി 10:30, റിട്ടേൺ ഫ്ലൈറ്റ് ഇസ് അറ്റ് 6. അതുവരെ എന്ത് ചെയ്യും എന്ന് പറയുന്നൊരു ഇതുണ്ട്. അപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കമ്പനി നടത്താൻ അറിയില്ല. എനിക്കും അറിയില്ല, ഞങ്ങൾ രണ്ടുപേരും പ്രോഗ്രാമേഴ്സ്. 2 പ്രോഗ്രാമേഴ്സ് ചേർന്ന് കമ്പനി നടത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരവസ്ഥയാണത്. ഹായ് ഓൾ, വെൽക്കം ടു അനദർ KPS പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ദീപു ആണ്. ദീപു ഫായ എന്ന് പറഞ്ഞ കമ്പനി റൺ ചെയ്യാണ്. ഒരു ടെക്നോ പാർക്ക് ട്രിവാൻഡ്രത്താണ് നമ്മൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു 40 മെമ്പർ ടീമും ഒപ്പം തന്നെ US-ലും തായ്വാനിലും ഒക്കെ ആയിട്ട് ബിസിനസ് ചെയ്യണം. ഈ പോഡ്കാസ്റ്റിൽ ദീപുവിൻ്റെ ജേർണി, ദീപു എങ്ങനെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ഒപ്പം തന്നെ വി സർവ് ചെയ്യുന്ന ഓഡിയൻസ്, പിന്നെ വേറെ പല വാട്ട് ഈസ് ഹിസ് മേജർ വിഷൻ ഫോർ ദ ഫ്യൂച്ചർ. അപ്പോൾ കുറേ ഇൻട്രസ്റ്റിംഗ് പെർസ്പെക്റ്റീവ് ഉണ്ട്. അപ്പോൾ നമുക്ക് കേൾക്കാം. അപ്പോൾ വെൽക്കം ദീപു ടു ദി ഷോ. താങ്ക് യു ഫെലിക്സ്. ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൈക്രോഡോട്ട് കമ്പനിയാണ്. കേരളത്തിൽ കൊണ്ട് തന്നെ അതും ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത് സാസ് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യുന്ന കമ്പനിയാണ്. വിതൗട്ട് റേസ് എനി ഫണ്ടിങ്, അതും റിമോട്ട് ആയിട്ട്. ആൻഡ് ഹൗസ് കൂൾ ഇസ് ദാറ്റ് റൈറ്റ്. അപ്പൊ ഇതിന്റെ ഫൗണ്ടേഴ്സ് ആണ് ഇതിന്റെ ഈ എപ്പിസോഡ് സ്പോൺസേഴ്സ്. അപ്പോൾ ഇവർ ബെസ്റ്റ് പാർട്ട് ഈസ് ദേ ഹാവ് ക്ലയൻസ് ഫ്രം ഇന്ത്യൻ ഗവൺമെന്റ് ടു Airbnb, ലൈക് $1 billion വർത്ത് ഓഫ് കമ്പനിയാണ്. അതും കേരളത്തിൽ നിന്ന് റിമോട്ട് ആയിട്ട്. ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. സോ ബെസ്റ്റ് പാർട്ട് ഈസ് ദേ ഹയറിംഗ് എക്സ്ക്ലൂസീവ് ഫോർ ദ KPS വ്യൂവേഴ്സ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു വർക്ക് ഇൻ എ റിമോട്ട് പ്രൊഡക്റ്റ് കമ്പനി, ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. Reach them out. Now back to the video. അപ്പോൾ ദീപുവിന്റെ ജേർണി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? എവിടെയായിരുന്നു ഈ ഒരു ടെക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം? എവിടെയായിരുന്നു? പ്രോഗ്രാമിങ് ഞാൻ തനിയെ പഠിച്ചതാണ്. സോ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് പ്രോഗ്രാമർ ആവണം എന്ന് പറഞ്ഞിട്ട് സെൽഫായിട്ട് ഇൻ്റർനെറ്റ് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ. ഏത് ഇയർ ആവും ഇത്? ഇറ്റ് വാസ് ഓൺ 2002-2003 ആ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും പ്രോഗ്രാമിങ്ങിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയത്. ആൻഡ് ദെൻ അന്ന് PHP ആണ് വെബിൻ്റെ പുതിയൊരു ട്രെൻഡിങ് ആണ്. ഇനി വെബ് ഡെവലപ്മെൻറ്റ് ഈസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ ബിഗസ്റ്റ് ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്ന സമയത്ത് ആൾക്കാർക്ക് PHP എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത ഒരു കാലഘട്ടത്തിൽ പ്രോഗ്രാമിംഗ് പഠിക്കാനായിട്ട് തുടങ്ങിയതാണ്. സോ ദാറ്റ് ഈസ് ഹൗ ഐ സ്റ്റാർട്ടഡ്. ആൻഡ് അന്ന് ഐ വാസ് വർക്കിംഗ് ആസ് എൻ അപ്രൻറ്റിസ് ട്രെയിനി ഫോർ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ്. കേരളത്തിലെ ട്രഷറിയുടെ മുഴുവൻ കമ്പ്യൂട്ടറൈസേഷൻ്റെ ഉത്തരവാദിത്തമുള്ള ഒരു അപ്രൻറ്റിസ് ആയിരുന്നു ഞാൻ. അപ്പോൾ ആ കമ്പ്യൂട്ടറൈസേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന സമയത്ത് പ്രോഗ്രാമിംഗ് പഠിക്കാൻ അവസരം കിട്ടിയപ്പോൾ സ്വന്തമായിട്ട് പഠിക്കുക. അപ്പോൾ അവിടുന്ന് ദെൻ അപ്പോൾ ആ ഒരു ഫൗണ്ടേഷണൽ നോളേജ് ഉണ്ടല്ലോ, ആ ഫൗണ്ടേഷണൽ നോളേജിൽ നിന്നും പിന്നെ പഠിച്ച് ട്രഷറി കമ്പ്യൂട്ടറൈസേഷൻ്റെ കംപ്ലീറ്റ് ആയി. പിന്നെ എനിക്ക് സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. അന്നത്തെ ഈ ഓൺലൈൻ ടാക്സ് ഫയലിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാനുള്ള അവസരം കിട്ടി. ദെൻ ഐ വർക്ക് വിത്ത് ദ സെയിൽസ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ KGST ആൻഡ് CST ഫയലിംഗ്. അതിനുശേഷം പിന്നെ മറ്റു പല കമ്പനികളിലേക്ക് ജോബായിട്ട് വരികയും പിന്നെ അവിടെ പ്രോഗ്രാമറിൽ നിന്നും ടീം ലീഡർ, സൊല്യൂഷൻ ആർക്കിടെക്ട് എന്നുള്ള രീതിയിലേക്ക് ഒരു ജേർണിയിൽ എത്തുകയും ചെയ്തു. അത് ഈ ഓൺടർപ്രണറിയൽ ജേർണി അപ്പോഴും ഉണ്ടായിരുന്നു. ലൈക്ക് ഈ ഫയർ കമ്പനി തുടങ്ങിയിട്ടൊരു ആസ് യു സെഡ് ഒരു 10-16 years ആയല്ലോ. അപ്പോൾ അതിന് മുമ്പ് വാട്ട് വാസ് ദാറ്റ് സ്റ്റാർട്ടിംഗ് ബ്ലോക്ക് ടു ഇവൻച്വലി സ്റ്റാർട്ട് എ കമ്പനി? ഒരിക്കലും ഒരു കമ്പനി തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല ഞാൻ. ഐ നെവർ ഹാവ് ലോങ് ടേം പ്ലാൻസ് ഓർ എനിത്തിങ് ഓഫ് ദാറ്റ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മുടെ കയ്യിലേക്ക് എടുക്കുന്നു, അതിനെ ഏറ്റവും ബെസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ മുമ്പിലോട്ട് പോകുക എന്ന് പറയുന്നൊരു ചെറിയൊരു വിഷൻ അല്ലെങ്കിൽ ചെറിയൊരു ഡയറക്ഷനാണ് എപ്പോഴും വെക്കുക. അടുത്ത ടെക്നോളജി പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് പഠിക്കുക. കുറേ ആൾക്കാർ ആരൊക്കെയാണ് കൂടെയുള്ള അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്ത് മുമ്പിലോട്ട് പോകുക എന്ന് പറയുന്ന ഒരു വിഷൻ വെച്ചിട്ട് മുമ്പിലോട്ട് പോകുന്ന ഒരാളായിരുന്നു. ബട്ട് ഐ went to a situation where I met somebody called Jeremiah Jacks. Okay. So he's a person who never went to school. അമേരിക്കക്കാരനാണ്. 11 വയസ്സിൽ പ്രോഗ്രാമർ ആയതാണ്. പ്രോഗ്രാമിംഗ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, വേൾഡിൽ ഫസ്റ്റായിട്ട് SQL ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ഒരു ത്രെറ്റ്, ഒരു വെബിനകത്ത് നിങ്ങളുടെ ഡേറ്റാബേസിനകത്ത് ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് എടുക്കാൻ സാധിക്കുമെന്നൊരു 19-കാരൻ വേൾഡിനെ വെല്ലുവിളിച്ച ഒരു മനുഷ്യനുണ്ട്. ആ പുള്ളിയെ പരിചയപ്പെടുന്നൊരു സ്ഥലമായിരുന്നു
എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. എങ്ങനെ പരിചയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്? സോ ഹി ആക്ച്വലി ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ വെച്ചിട്ടാണ് പുള്ളിയെ പരിചയപ്പെടുന്നത്. ദെൻ ഹി വെൻറ്റ് ഇൻ ടു എ സിറ്റുവേഷൻ വേർ എന്താണ് അദ്ദേഹത്തിന് ഇന്ത്യയിൽ തുടരാൻ കഴിയില്ല എന്ന് പറയുന്നൊരു കാര്യവും ഹി ഹാഡ് എ പ്രോഡക്റ്റ്. ഓക്കെ. സോ അന്ന് ഇപ്പം ഇപ്പോൾ റെയിൽവേസേ 2007-2008 കാലഘട്ടം, അതായത് നമ്മൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഫേസ്ബുക്കും ഈ സാധനങ്ങളൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അന്നൊരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് വളരെ ഏറെ ഫണ്ട് റേസ് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് വന്ന ഒരാളാണ് ജെറമിയ. ദെൻ ഹി വെൻ ടു എ സിറ്റുവേഷൻ വോ he cannot serve there, and then he has to go back without he cannot launch the product on time and all those things. അപ്പോൾ ഞാൻ എൻ്റെ കമ്പനിയിലെ ജോബിനെ ക്വിറ്റ് ചെയ്തിട്ട് ഇദ്ദേഹത്തിനോട് ആ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് അത് വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇറങ്ങുമായിരുന്നു. ഓക്കെ. സോ ദാറ്റ് ഈസ് ഹൗ ഐ സ്റ്റാർട്ടഡ് വിത്ത് ഹിം. ആൻഡ് ദെൻ ബിക്കോസ് ഞാൻ PHP അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ സ്ഥലത്ത് ഐ ഹാഡ് ക്രിയേറ്റഡ് വൺ ഫ്രെയിം വർക്ക് ഓക്കെ ഓഫ് മൈ ഓൺ, ആൻഡ് ദെൻ ഹി ഓൾസോ ഹാഡ് എ ഫ്രെയിം വർക്ക് ഓർ ആംബിയൻസ്. അപ്പോൾ ആ ഒരു കാര്യത്തിനകത്ത് ആ ടെക്നോളജിയുടെ ഒരു ഇഷ്ടം കൊണ്ട് ഞങ്ങൾ വളരെ പെട്ടെന്ന് സുഹൃത്തുക്കളാവുകയും ആ സൗഹൃദത്തിൻ്റെ പേരിൽ ജോലി ക്വിറ്റ് ചെയ്തിട്ട് ഇദ്ദേഹത്തിനോടൊപ്പം ഒരു കമ്പനിയായിട്ട് തുടങ്ങുക എന്നുള്ള ഇദ്ദേഹത്തിന് ആ ഒരു പ്രോജക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇറങ്ങുന്നത്. ഓക്കെ. അപ്പോൾ എന്ത് പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ലോഞ്ച് 90 എന്നൊരു പ്രോജക്റ്റ് ആയിരുന്നു. ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഫോർ ഗോൾഫ് ഫെഡറേഷൻ, ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം ഫോർ ഗോൾഫേഴ്സ്. അലോങ് വിത്ത് ദാറ്റ് എന്താണ് നമ്മുടെ PGA ഷോയിലാണ് ആ ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ടു എൻഷുർ ദാറ്റ് അവിടുത്തെ പ്രോഡക്റ്റ് കമ്പനീസ് ഉണ്ട്, ഇ-കൊമേഴ്സ് ഇതിനകത്ത് വരുന്നതിനകത്ത് നിക്കറ്റ്, പാർ, ഹെവി പുട്ടർ, ഇങ്ങനത്തെ കുറേ ബ്രാൻഡ്സ് ഉണ്ട്. ദേ ആർ ദ ബിഗ്ഗസ്റ്റ് ബ്രാൻഡ്സ് ഇൻ ദ ഗോൾഫ് ഇൻഡസ്ട്രി. പക്ഷേ അവിടുത്തെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ചൈനീസ് ആൻഡ് ജാപ്പനീസ് കമ്പനീസിനായിരുന്നു. അപ്പോൾ അവർക്ക് എങ്ങനെ മാർക്കറ്റ് പിടിക്കാമെന്ന് പറയുന്നൊരു ചർച്ചയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഇൻറ്റൻസിറ്റി സ്പോർട്സ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റും ഓക്കെ ലോഞ്ച് 19 എന്ന് പറയുന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം വിച്ച് ആക്ച്വലി ബ്രിങ് ഇൻ ഓൾ ദ ഗോൾഫ് എന്തൂസിയാസ്റ്റ് ടുഗെദർ. ഒരു നെറ്റ്വർക്കിങ്ങിന് വരുന്നു. അവിടെ ഓരോ വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആ ഒരു വീക്കെൻഡിലാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ടൂർണമെൻറ്റ്സ് നടക്കുക. അപ്പോൾ ആ ടൂർണമെൻറ്റ്സിൽ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഇന്ന് നമ്മൾ പിന്നെ ഡ്രീം 11 കാണുന്നില്ലേ, അതുപോലെ അന്ന് നമ്മൾ യു ചൂസ് എന്നൊരു ഗെയിം ക്രിയേറ്റ് ചെയ്യുകയും ആ സോഷ്യൽ നെറ്റ്വർക്കിങ്ങിനകത്ത് വരുന്ന സമയത്ത് ദേ ക്യാൻ ആക്ച്വലി പ്ലേ. അതിനകത്ത് ഈ ആഴ്ച നടക്കുന്ന ടൂർണമെൻറ്റിൻ്റെ ആൾക്കാരെ വെച്ചിട്ടൊരു ടീമിനെ സെറ്റ് ചെയ്ത് പോകുന്നതും ദെൻ അപ്പോൾ കൂടുതൽ ആൾക്കാർ ആ ഒരു ടൂർണമെൻറ്റിലേക്കുള്ള വിസിബിലിറ്റിയിലേക്ക് വരുന്നു. ദെൻ ദർ ഇസ് എ ഇ-കൊമേഴ്സ് ട്രാക്ക് വർ ദീസ് ബ്രാൻഡ്സ് ക്യാൻ ആക്ച്വലി സെൽ ദെയർ പ്രോഡക്ട്സ് ഇൻ ദാറ്റ്. ആൻഡ് ആ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഈച്ച് പേഴ്സൺ ഗെയിൻ സംതിങ് കോൾ സ്കിൻസ് എന്ന് പറയുന്നത് നമ്മുടെ പോയിൻറ്റ്സ്, ഒരു ഗെയിമിഫിക്കേഷൻ ആയിരുന്നു. സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പോയിൻറ്റ്സ് കിട്ടുന്നു. ആ പോയിൻറ്റ്സിനെ മാർക്കറ്റ് പ്ലേസിൽ റിഡീം ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നു, ഫേസ്ബുക്കിൽ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യുന്നു, നിങ്ങളുടെ പോസ്റ്റ് ഇടുന്നു, ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു പോയിൻറ്റ്സ് കിട്ടുന്നു എന്ന് വിചാരിക്കുക. ആ സ്കിൻസിനെ ആമസോൺ കണക്റ്റഡ് ആണ്, അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് റിഡീം ചെയ്യാൻ സാധിക്കുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം ആയിരുന്നു ബിൽഡ് ചെയ്തത്. അത് വേ ബാക്ക് ഇൻ ഏത് ഇയറാണ്? 2008. ആ സമയത്ത് ഇന്റർനെറ്റ് ഇതുപോലെ ആയിരുന്നില്ലല്ലോ. സോ ഹൗ വാസ് ദ സിനാരിയോ there? It is for the US market and it is by official PGA show. അതായത് വോയിസ് അമേരിക്കക്കകത്ത് 1 hour റേഡിയോ ഷോ ഉണ്ടായിരുന്നു, ഓൺ ദ ഗ്രീൻ വിത്ത് ലോഞ്ച് 19 എന്ന് പറഞ്ഞു. ഓക്കെ. ബിക്കോസ് ഇറ്റ് വാസ് ഹെവിലി ഇൻവെസ്റ്റഡ് കമ്പനി ഫോർ ജെറമിയ ആൻഡ് ഗ്ലെൻ ലോപ്പസ് എന്ന 2 പേരായിരുന്നു ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ആൻഡ് ദെൻ ഹി കെയിം ടു ഇന്ത്യ ഫോർ getting that project done because we had a conversation and then he came to India. അപ്പോൾ അങ്ങനെയാണ് പുള്ളി ഇന്ത്യയിലേക്ക് വരുന്നത് തന്നെ. പിൻകാലത്ത് പിന്നെ എങ്ങനെയാണ് ആ ഒരു റിലേഷൻ എങ്ങനെ ഇവോൾവ് ആയത്? ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻ, അപ്പോൾ ഞാനൊരു കമ്പനിയിൽ അന്ന് അത്യാവശ്യം നല്ല സാലറിയിൽ സൊല്യൂഷൻ ആർക്കിടെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു സ്ഥലത്ത് നിന്ന് അതിനെ ക്വിറ്റ് ചെയ്തിട്ട് ഒരു കമ്പനി തുടങ്ങാൻ പോകാമെന്ന് പറയുമ്പോൾ എവരി വൺ ഫെൽ ലൈക്ക് വാട്ട് ആർ യു ട്രൈങ് ടു ഡു. ഒരു സായിപ്പ് വന്നു, സായിപ്പിനോടൊപ്പം ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് നീ പിന്നെ കമ്പനി വിടുക എന്ന് പറയുന്ന ഒരു സേഫ്റ്റി നഷ്ടപ്പെടുത്തുക അല്ലേ. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇഫ് യു ഗോ ബാക്ക് ആഫ്റ്റർ ഗെറ്റിംഗ് ദാറ്റ് പ്രോജക്റ്റ്, റൈറ്റ്? അപ്പോൾ ഓരോ ആൾക്കാരും വിളിക്കുമ്പോഴും പിന്നെ അതിനോട് ജോയിൻ ചെയ്യാനായിട്ട് വരാനായിട്ട് പറയുന്ന ആൾക്കാർ പോലും ഈ കമ്പനി എത്ര കാലം ഉണ്ടാവും നമുക്കറിയില്ല എന്ന് പറഞ്ഞ് ഓരോ ആൾക്കാരും പിന്മാറുന്നുണ്ടായിരുന്നു. ഓക്കെ. ബിക്കോസ് ആ ഒരു കൺവിക്ഷൻ എങ്ങനെയാണ് ഇപ്പോൾ ജിബുവിൻ്റെ കേസിൽ ആ ഒരു സൈപ്പായിട്ട് വർക്ക് ചെയ്യാനുള്ള കൺവിക്ഷൻ എങ്ങനെയാണ് വന്നത്? Because I just saw him as one of the best programmers in the world and having
കുറച്ച് സമയം നമുക്ക് പുള്ളിയോട് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ലേണിംഗ് ഉണ്ടല്ലോ, ആ ഒരു ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ അതേ കണക്കത്തെ ടെക്നോളജി, ഐ വാസ് ഓൾവേസ് ക്യൂരിയസ് ടു അങ്ങനെ പുതിയ ടെക്നോളജികൾ പഠിക്കാനായിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം കുറേ സമയം സ്പെൻഡ് ചെയ്യാം. പിന്നെ പണി അറിയാമെങ്കിൽ നമുക്ക് ഇവിടെ ആയിരുന്നാലും ജോലി കിട്ടുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ സമയത്ത് ഞാൻ വീട്ടിൽ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കമ്പനി മാറിയിട്ട് ഒരു കമ്പനി തുടങ്ങാനായിട്ടുള്ളൊരു പ്ലാനാണ്, എത്രയായാലും ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ പറഞ്ഞ് പുലിയുടെ വാലയിരിക്കുന്നേക്കാളും പൂച്ചയുടെ തലയായിട്ട് ഇരിക്കുന്നതാണ് നല്ലത്, നീ ധൈര്യമായിട്ട് തുടങ്ങുന്ന പറയുന്നൊരു കോൺഫിഡൻസ് അതായിരുന്നാണ്. അപ്പോൾ അതോടുകൂടിയാണ് വി ജസ്റ്റ് ഡിസൈഡ് ദാറ്റ് വി വിൽ ഡു ദാറ്റ്. അപ്പോൾ എൻ്റെ ഒരു കൂടെ മുമ്പ് വർക്ക് ചെയ്യുന്ന ബാംഗ്ലൂർ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആരിഷ് എന്ന് പറഞ്ഞിട്ട്. അവൻ കൊച്ചിയിലായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു കമ്പനി തുടങ്ങുകയാണ്, എത്രയായാലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, നമ്മൾ നല്ലതാണെങ്കിൽ നമ്മുടെ കൂടെ നിർത്തുക എന്ന് പറയുന്നത് അവരുടെ ആവശ്യമായിരിക്കും. ആൻഡ് ഇഫ് യു ആർ നോട്ട് ഗുഡ്, അതോടെ മുമ്പിലോട്ട് പോയില്ല. നമുക്ക് പണി അറിയാമെങ്കിൽ നമുക്ക് ഇപ്പോഴായിരുന്നു ജോലി കിട്ടും. ഇപ്പോൾ 2008 എന്ന് പറയുമ്പോൾ ആ ഒരു ക്രാഷ് ഒക്കെ ആണല്ലോ. അതെ. അപ്പോൾ ആ സമയത്ത് എങ്ങനെയും നിങ്ങളെ ബാധിച്ചോ? തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ നിന്നിട്ട് ബാംഗ്ലൂരാണ് നമ്മൾ ഓഫീസ് തുടങ്ങുന്നത്. ഒരു ഹോട്ടൽ മുറിക്കകത്താണ് നമ്മൾ തുടങ്ങുന്നത്. ഹോട്ടൽ ഗ്രാൻഡ് അശോകിനകത്ത് ഒരു കോൺഫറൻസ് റൂമിനകത്താണ് ഞങ്ങൾ 4 പേര് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത്, എന്നാൽ ക്രാഷ് ബാധിച്ചതിന് മുമ്പ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വന്ന കഥ വേണമെങ്കിൽ പറയാം. ഒരു ദിവസം ചെറിയ വീട് തന്നെ ചോദിക്കാണ്, ദി വോ ഡൂയിങ് എ പ്ലേസ് കോൾഡ് ഡംഡം. ഞാൻ ചോദിച്ചു ഡെറാഡു. നോ, ദർ ഈസ് സംതിങ് കോൾഡ് ഡ്രിൻഡം. Is it Trivandrum? Yeah, exactly. There is a place called Trivandrum. It is very beautiful, very greenery, and there is something called Techno Park. It is a very nice place. ഞാൻ പറഞ്ഞു, ചെറിയ കഴക്കൂട്ടത്ത് എടുക്കുന്നത് എൻ്റെ അടുത്താണ് ടെക്നോ പാർക്ക് ചോദിച്ചത്. അതെൻ്റെ നെഗറ്റീവാണ്. ബിക്കോസ് ഞാൻ അതുവരെ ജെറിമിയോട് കേരളത്തിനെ കുറിച്ച് ഇതൊന്നും പറയാത്തത്. കാര്യം ഒരു അമേരിക്കയിൽ നിന്ന് ഒരാൾ വരുന്നു, അയാൾക്ക് ഇന്ത്യ എന്ന് വെച്ചാൽ ബാംഗ്ലൂരാണ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ് ഞാനായിരുന്നു. അദ്ദേഹം തന്നെ എന്നോട് ഇങ്ങോട്ടേക്ക് പറയും. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ പുള്ളിയുടെ ഒരു ഫ്രണ്ട് US ഈസ് പാർട്ട് ഓഫ് UST. ഓക്കെ. അപ്പോൾ UST ട്രിവാൻഡ്രത്താണ് എന്ന് പറയുകയും ഇവിടെ ഒരു കമ്പനി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് ആ കമ്പനിയെ നമ്മൾ അക്വയർ ചെയ്യാനായിട്ടുള്ളൊരു പ്രപ്പോസലായിട്ടാണ് പുള്ളിയാണ് ടെക്നോപാർക്ക് പിച്ച് ചെയ്യുന്നത്. അപ്പോൾ അന്നേ പുള്ളി പറഞ്ഞു, യു ആർ നേറ്റീവ്, വേർ ഡു യു വാണ്ട് ടു ഫൈനലി സെറ്റിൽ ഇൻ യുവർ ലൈഫ്? ഓഫ് കോഴ്സ് ഇൻ ട്രിവാൻഡ്രം. എനിക്ക് തിരുവനന്തപുരത്ത് ഇരിക്കണമെന്ന് തന്നെയാണ് താല്പര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാസ് ടൈപ്പിംഗ് ഇൻ. ഓക്കെ ശരി, നമുക്ക് ടൈപ്പ് ചെയ്യാം. എന്ത് ചെയ്യണം നോക്കിയപ്പോൾ രാവിലത്തേക്ക് ട്രിവാൻഡ്രത്തേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്, നെക്സ്റ്റ് ഡേ ഈവനിങ് തിരിച്ചുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്. ടെക്നോ പാർക്കിൽ രാവിലെ പോയി വൈകുന്നേരം സ്പേസ് എടുത്തിട്ട് തിരിച്ചു വരാമെന്ന്. ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. ചെറിയ ഐ നോ പീപ്പിൾ ഹു ആർ വെയിറ്റിംഗ്. ഒരുപാട് വർഷം ആയിട്ട് ടെക്നോ പാർക്കിൽ സ്പേസ് കിട്ടാനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ദേ ആർ ജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ഷിറ്റ്, വി ക്യാൻ ഗോ ആൻഡ് ഗെറ്റ് ദാറ്റ് സ്പേസ്. തന്നെ നടന്നത് തന്നെ. ഞാൻ റിട്ടേൺ ഫ്ലൈറ്റിങ്ങിൽ ഒന്ന് ചെയ്യാണ്ടിരിക്കാമോ ചോദിച്ചു. ഇല്ലല്ല, വി വിൽ നോട്ട് ക്യാൻസൽ ദ റിട്ടേൺ ഫ്ലൈറ്റ്. ട്രിവാൻഡ്രത്ത് വന്നു. രാവിലെ ഒരു 10 മണിയൊക്കെ ആകുന്ന സമയത്ത് ടെക്നോ പാർക്കിൽ വന്നു. ഞാൻ പുറത്തിരുന്ന് ജെറിമ അകത്ത് പോയി. അന്ന് വാസുദേവൻ എന്ന് പറയുന്ന പുള്ളിയായിരുന്നു മാർക്കറ്റിങ്ങിൻ്റെ നോക്കിയിരുന്നത്. പിന്നെ CEO വാസ് ഓൾസോ നൈസ് പേഴ്സൺ. ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ജെറിമ കെയിം ഔട്ട് വിത്ത് എ കീ. ഒരു കീ ആയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, താഴെ പാർക്ക് സെൻറ്ററിൽ തന്നെ ഒരു സൈഡിൽ നിന്ന് അതിൻ്റെ ക്യാമറയും ഇതുമൊക്കെ വെച്ചിരിക്കുന്ന കൺസോളൊക്കെ വെച്ചിരിക്കുന്ന ഒരു റൂമുണ്ട്. അത് ഞങ്ങൾക്ക് അലൊക്കേറ്റ് ചെയ്ത് തന്നു അവർ. You take a SBC and then until then you stay in this office. 1/2 മണിക്കൂർ. then Jeremy was looking at watch. ഇപ്പം മണി 10:30. റിട്ടേൺ ഫ്ലൈറ്റ് ഇസ് at 6. അതുവരെ എന്ത് ചെയ്യും എന്ന് പറയുന്നൊരു ഇതുണ്ട്. അപ്പം ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ എത്തുകയും അന്ന് വൈകുന്നേരം തിരിച്ചു പോയിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ടെക്നോ പാർക്കിനകത്ത് സ്പേസിനകത്തേക്ക് ജോയിൻ ചെയ്യും. ഒറ്റ ദിവസം കൊണ്ട് ടെക്നോ പാർക്കിനകത്ത് കമ്പനി എടുത്ത് ജോയിൻ ചെയ്ത ആദ്യത്തെ കമ്പനി അല്ലെങ്കിൽ ആയിരിക്കും നമ്മുടെ എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഹൗ വി റീച്ച്ഡ് Trivandrum Techno Park. അത് കഴിഞ്ഞ് then Jeremy was staying here at Leela for over 6 months. He was doing എന്താണ് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ആ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ബിൽഡ് ചെയ്യാവും. ജെറിമയുടെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ ഡാറ്റാ ബേസൊക്കെ മൊത്തം പേപ്പറിൽ പ്രിൻറ്റ് ചെയ്ത് വെക്കും. ഓരോ സൈനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് എന്താണ് ഒരു വാലിഡേഷൻ മെസ്സേജിനകത്ത് ഇല്ലെങ്കിൽ പോലും ഇത് അന്ന് ഇവിടെ കലാപമാണോ. അത്രയ്ക്ക് ക്വാളിറ്റി കോൺഷ്യസോട് കൂടിയാണ് നമ്മളത് ബിൽഡ് ചെയ്തത്. ആ റിഗറിൽ ഗെയിം ബിൽഡ് ചെയ്തു, ഇ-കൊമേഴ്സ് ബിൽഡ് ചെയ്തു, ഗെയിം ബിൽഡ് ചെയ്തു, എല്ലാ കാര്യവും ചെയ്തു. ദെൻ ഹി വെൻ ബാക്ക് ടു US. അപ്പോൾ ആ ഒരു ക്രാഷിൻ്റെ ആ ഒരു പീരീഡായിരുന്നു. ദെൻ വാട്ട് ഹാപ്പൻഡ് ഈസ് ലൈക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മളൊരു 10-12 അംഗ ടീമൊക്കെ ആയി. ദർ ഇസ് നോ കണക്ട് വിത്ത് ജെറിമിയ. മുങ്ങിയതല്ല, മുങ്ങി എന്നുള്ളതെന്ന് പറയുന്നത് അന്നത്തെ ഇതിനകത്ത് ഞാൻ മെയിൽ അയക്കുന്നു മറുപടിയില്ല, ഫോൺ വിളിക്കുന്നു മറുപടിയില്ല,
ആൻഡ് ഞാൻ ഒരുപാട് രീതിയിൽ സ്കൈപ്പിലൊക്കെ പിങ് ചെയ്യുന്നില്ല. 1-ാം തീയതി ആകും ശമ്പളം കൊടുക്കണം. ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ ആൾക്കാരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടല്ലേ, ബിക്കോസ് ഇറ്റ് ഡസൻ ഹാപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ സാലറി കൊടുക്കും, 1-ാം തീയതി ശമ്പളം കൊടുക്കും, ഈ ഉള്ള പ്രോജക്റ്റുകളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഒരു ദിവസം ഞാൻ ചെറിയൊരു മെയിൽ അയച്ചു, എന്താണ് സംഭവം, ഐ ജസ്റ്റ് ഡു നോട്ട് നോ, യു ജസ്റ്റ് ഗോസ്റ്റ് ടെൽ മീ എന്താണ്, ഇഫ് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് മൈ പ്രോബ്ലം ഐ എം റെഡി ടു റിസോൾവ് ഇറ്റ്, എന്താണെന്ന് പറയാൻ പറഞ്ഞു. ദെൻ ഐ റിസീവ്ഡ് എ റെസ്പോൺസ് stating, hey Deepu, this is not at all your problem. As a CEO, I am not able to find money for salaries. അടുത്ത 2 ആഴ്ചത്തേക്ക് എനിക്ക് പറ്റില്ലെന്ന്. വാസ് എക്സ്ട്രീംലി ഹാപ്പി. കാരണം മറുപടി ഒന്നും ആളവിടെ ഉണ്ട്, ജീറോ ഉണ്ടല്ലോ, എൻ്റെ പ്രശ്നമല്ല എന്ന് അറിയുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. Then I asked him, what is it? You just tell me the work, let us work on it. Then he told that it is not possible. ആ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ അത് മുമ്പിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞ ഇൻവെസ്റ്റേഴ്സ് അതിനകത്ത് പിന്മാറുകയും we cannot go forward with that, there is a conflict, and then he has to go for bankruptcy. അപ്പോൾ നിങ്ങൾ ഒരു കമ്പനി തുടങ്ങി, അത് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കി US പോയി. അപ്പോൾ ഈ 2008 ക്രാഷ് വന്നു, കമ്പനി ബാങ്ക്രപ്റ്റും പോയി. അപ്പോൾ ഇപ്പോൾ എത്ര കോടിൻ്റെ നഷ്ടം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? അന്ന് ഏകദേശം ഇന്ത്യൻ മണി പറയുകയാണെങ്കിൽ ഒരു 4-4.5 കോടി രൂപയുടെ കടമുണ്ട്. ബാങ്ക്രപ്സി പോകേണ്ട സിറ്റുവേഷനാണ് വന്നത്. സോ ഇറ്റ് ഈസ് അപ് ടു അസ് ടു ഡിസൈഡ് വെദർ ടു എന്താണ് ബാങ്ക്രപ്സി പോകണമോ വേണ്ടയോ. ഓക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനി തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു ലക്ഷ്യം 5 വർഷം ഞാൻ കമ്പനി പൂട്ടൂല, ഇത് ഓടിക്കും എന്നുള്ളൊരു ഒറ്റവാശിയാണ്. അത് ചെയ്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരേണ്ടത് വരും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഞാൻ ജെറിമയോട് ചോദിച്ചു, ജെറിമിയ, ഈ ഒരു ബാങ്ക്രപ്സി പോവുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കമ്പനി പൂട്ടേണ്ടി വരില്ലേ, അപ്പോൾ വേറെന്തെങ്കിലും വഴിയുണ്ടോ? കാര്യം ജെറിമിയ അമേരിക്കയിലാണ്, ഞാൻ ഇന്ത്യയിലാണ്. ഇവിടെ കിടിലൻ ഡെവലപ്പേഴ്സ് ഉണ്ട്. ഇത്രയും നല്ല ടീമിനെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്തിന് കമ്പനി ഇത് ചെയ്യണം? ഇപ്പോൾ ചെറിയ പറഞ്ഞു, ദീപു, ദിസ് ഗീവ്സ് മീ മച്ച് മോർ കോൺഫിഡൻസ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാംഗ്ലൂർ ചെയ്യാൻ താല്പര്യമില്ല. കാര്യം ഞാൻ പൈസ കൊടുക്കാനുള്ള എൻ്റെ കടത്തിൽ വലുത് എൻ്റെ ബന്ധുക്കളും എൻ്റെ ചേട്ടനും ഇങ്ങനെ ഒരുപാട് പേരിൽ നിന്ന് ഞാൻ ഫണ്ട് എടുത്തിട്ടാണ് ഈ കമ്പനിയിലേക്ക് വന്നിട്ടുള്ളതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കടം വീടുക തന്നെ ചെയ്യാണ്. എനിക്ക് ബാങ്ക്രപ്സി പോകാൻ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പോൾ ചെറിയ ഇപ്പോൾ പൈസ അയക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. whenever you get money, you just spend it. I will run these projects. You just എന്താണ് ചെറിയ പ്രോജക്റ്റുകൾ അവിടെ നിന്ന് പിടിച്ചിട്ട് അയച്ചു തരാമെങ്കിൽ ഞങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ 2008 മാർച്ചിലാണ് നമ്മളിത് തുടങ്ങുന്നത്. അവിടെ നിന്നും നമ്മൾ 2008 ഒരു ഒക്ടോബർ നവംബർ വരെയൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഓക്കെ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, ഒരു സർവീസ് കമ്പനി ആയിട്ട് അതിനെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഓക്കെ. ആൻഡ് ദെൻ ഹി സ്റ്റാർട്ടഡ് എന്താണ് നമ്മുടെ ഗോൾഫ് ഫെഡറേഷൻ്റെ തന്നെ പരിചയത്തിലുള്ള കുറേ ക്ലയൻറ്റിനെ എടുത്ത് ചെറിയ പ്രോജക്റ്റുകളായിട്ട് ഇങ്ങോട്ടേക്ക് അയച്ചു തരും. നമ്മളിവിടെ നിന്ന് വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ US തന്നെയാണ് ചെയ്യുന്നത്. കാര്യം അവിടുത്തെ ഒരു ഡിസൈൻ കമ്പനി ഉണ്ടായിരുന്നു. ആ ഡിസൈൻ കമ്പനിക്ക് ഏകദേശം 2 കോടി രൂപ നമ്മൾ കൊടുക്കാനുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസൈനും ചെയ്തവരാണ്. അപ്പോൾ ജെറിമി ഇരിക്കുന്നത് ആ കമ്പനിക്കകത്താണ്. അവരുടെ ആ പ്രോജക്റ്റിന് എന്ത് പൈസ വന്നു കഴിഞ്ഞാലും ആദ്യം ആ കമ്പനിയിലേക്കാണ് പോവുക. ഓക്കെ. അപ്പോൾ ഇവിടേക്ക് അയച്ചു തരിക, ചിലപ്പോൾ ഒരു 40,000 രൂപ അയച്ചു തരും, 50,000 അയച്ചു തരും. അപ്പോൾ ഏകദേശം 1 വർഷത്തോളം ഈ ഒരു കമ്പനിയിൽ നിന്ന് എനിക്ക് ശമ്പളം എടുക്കാണ്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. വീട്ടിൽ പോകാറില്ല, ഓഫീസിൽ കിടന്നുറങ്ങും. ഈ ഓഫീസൊന്നും ഇല്ല, അന്ന് ഒരു ചെറിയൊരു ഓഫീസ് മുറിയാണ്. അപ്പം ബാക്കി ജൂനിയർ ആയിട്ടുള്ള റിസോഴ്സിനെല്ലാം 1-ാം തീയതി ഞാൻ എവിടെ നിന്നാലും പറിച്ചാലും ശമ്പളം കൊടുക്കും. സീനിയർ ആയിട്ടുണ്ടായിരുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ട് അവർക്ക് വാടക കൊടുക്കണം. ഇങ്ങനത്തെ ഓരോ ഇതായിട്ട് ഓരോ ദിവസവും ഇതിനെ വെച്ചിട്ട് പറിച്ച് പോവുകയാണ്. അപ്പം 1 വർഷം ഒരു മാസം കഴിഞ്ഞു. ഡിസംബറിലാണ് നമ്മൾ തുടങ്ങി. നെക്സ്റ്റ് ഇയർ ഒരു നവംബർ വരെ ഇങ്ങനെ കമ്പനി ഓടിച്ചു. 2009 നവംബർ വരെ ഇങ്ങനെ കമ്പനി ഓടിച്ചു. അത് കഴിഞ്ഞ് ഡിസംബർ ആവുന്ന സമയത്ത്, ഇത് SBC ആണ്, ടെക്നോ പാർക്കിൻ്റെ സ്മോൾ ബിസിനസ് ഇൻക്യുബേറ്റർ. അപ്പം അവിടെ നിന്ന് 10 മാസത്തോളം വാടക കൊടുക്കാത്തത് കാരണം ഇറക്കി വിടുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇറ്റ് ഈസ് ഓൺ 2009. ആൻഡ് ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ അപ്പോഴും ഞാൻ കമ്പനി, അപ്പോൾ നമുക്ക് കുറേ പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ചെറിയ പ്രോജക്റ്റുകൾ, വലിയ പ്രോജക്റ്റുകൾ ഞങ്ങൾക്ക് കിട്ടാറില്ല. കാര്യം ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് CMMI ലെവൽ 5 ഉണ്ടോ, നിങ്ങളുടെ എംപ്ലോയീസിൻ്റെ ഇതുണ്ടോ. അപ്പോൾ നമ്മൾ കമ്പനി തുടങ്ങുമ്പോൾ നമ്മളൊരു കൺവെൻഷനൽ ഒരു കമ്പനിയുടെ രീതിയിലല്ല നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ബിഗർ പ്രോജക്ട്സ് കിട്ടില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ പിന്നെ
2009 ഡിസംബർ നമ്മൾ എന്താണ് ഏതെങ്കിലും ഒരു ഇൻ്റർനെറ്റ് കഫേക്കകത്ത് ഇരുന്നിട്ട് പണിയെടുക്കേണ്ടി വരുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ട്. ബട്ട് ഓൾവേസ് ഞാൻ നോക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാം, നമുക്ക് ഒരു ഇപ്പോൾ റിലീസ് ചെയ്യാനുള്ള പ്രോജക്റ്റുകൾ എങ്ങനെ റിലീസ് ചെയ്യാമെന്ന് പറയുന്ന രീതിയിലാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഓട്ടോ ക്യാബ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉണ്ട്, ചാൾസ് ഉസു, അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു പ്രോജക്റ്റൊക്കെ ചെയ്ത് കൊടുത്തു. ഹി വാസ് വെരി ഹാപ്പി. ഞങ്ങൾ ചെയ്യുന്ന ഓരോ കസ്റ്റമറും ഭയങ്കര ഹാപ്പിയാണ്. കാര്യം അത്രയും ക്വാളിറ്റിയിൽ നമ്മൾ അതിനകത്ത് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു മീറ്റിങ്ങിന് പോയി. അപ്പോൾ നമ്മുടെ സിറ്റുവേഷനൊക്കെ പറഞ്ഞു 4 കോടി രൂപ കടത്തിൽ നിന്നും ഞങ്ങൾ 2.5 കോടി രൂപ കടത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ ദാറ്റ് മീൻസ് വി മെയ്ഡ് ദാറ്റ് മച്ച് മണി, അത്രയും മണി ഇൻ 1 ഇയർ. അപ്പോൾ ഇതൊക്കെ ചാൾസിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പുള്ളി ഒരു അവിടുത്തെ ഏറ്റവും വലിയ അപ്പാരൽ മാനുഫാക്ചറിങ് കമ്പനി ഓട്ടോയുടെ ഫൗണ്ടറാണ്. അതുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞു, എനിക്ക് ഈ കമ്പനി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല, എൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനത്തെ കമ്പനീസ് ഒന്നും നിൽക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ 200K, അതായത് ഏകദേശം അന്ന് 50-60K ആണ് എക്സ്ചേഞ്ച് റേറ്റ്, ഏകദേശം 2 കോടി രൂപ 2 കോടി രൂപ എടുപ്പിച്ച് ഒരു എമൗണ്ട് ആണ് നമ്മുടെ അതിന് മുകളിൽ 2 കോടി രൂപ കടമുണ്ട്. അതിനകത്ത് 200K എന്ന് പറയുന്നത് ഏകദേശം 1 കോടി രൂപയാണ്. ഓക്കെ. ഈ ഗേവ് ഇറ്റ് ആസ് എ ലോൺ. ഓക്കെ. കടമായിട്ട് തരാം, പ്രൊവൈഡഡ് 2 വർഷം കൊണ്ട് ഈ പൈസ തിരിച്ചു തരണം. ഓക്കെ. അപ്പോൾ പക്ഷേ ലീഗലി ഒരു ഡോക്യുമെൻറ്റും വേണ്ട. ട്രസ്റ്റാണ്. ആ ട്രസ്റ്റാണ്. അപ്പം പ്രത്യേകത എന്ന് പറയുന്നത്, ജെറമിയ എന്ന് പറയുന്നത് അന്ന് 27 വയസ്സ്. എനിക്കും എൻ്റെ ഏകദേശം ഞങ്ങളൊരു ഇതാണ്. ഞങ്ങൾക്ക് ഇല്ല ഈ ഒരു സമയത്ത് കല്യാണം കഴിച്ചിട്ടില്ല. അതിനുശേഷം കല്യാണത്തിൻ്റെ ടൈം എന്ന് വെച്ചാൽ അതിന് ശേഷമാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കടത്തിൽ നിൽക്കുന്ന സമയത്ത് വീട്ടിൽ അച്ഛൻ കല്യാണം കഴിക്കണം, ഞാൻ വീട്ടിലൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും ഉത്തരവാദിത്വം ഇല്ലാണ്ട് ഞാൻ എവിടെ ഓഫീസിൽ കിടന്നുറങ്ങുന്നു, ഇങ്ങനെ നടക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവൻ ശരിയാവും എന്ന് പറയുന്നൊരു ചിന്തയിലേക്ക് വീട്ടുകാരും എത്തി. ബിക്കോസ് എന്താണ് എനിക്ക് സംഭവിക്കുന്നത് വീട്ടുകാർക്കും അറിയില്ലല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ഒരു കടത്തിൽ നിന്നും എങ്ങനെ, അതും എൻ്റെ ടീം മെമ്പേഴ്സിന് എനിക്ക് അറിയിക്കാൻ പറ്റില്ല. ഇവരെ സംബന്ധിച്ച് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര അടിപൊളി കമ്പനിയാണ്, നമ്മൾ ഇന്നതാണെന്ന് പറയുന്നൊരു രീതിയിലാണ് നമ്മളവിടെ നിൽക്കുന്നത്. അപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് 2 കമ്പനി നടത്താൻ അറിയില്ല. എനിക്കും അറിയില്ല. ഞങ്ങൾ 2 പ്രോഗ്രാമേഴ്സ് 2 പ്രോഗ്രാമേഴ്സ് ചേർന്ന് കമ്പനി നടത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരവസ്ഥയാണത്. ഓക്കെ. ബിസിനസ് മാർക്കറ്റ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ പൈസ സൂക്ഷിക്കാനും അറിയില്ല. ഒരു കമ്പനിക്ക് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഫൗണ്ടേഷൻ ഒരു ഇതാണ് എങ്ങനെ പൈസ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ചാൾസിനോട് ചോദിച്ചു, ക്യാൻ യു ബി ദ CFO? ഞങ്ങൾ പണിയെടുത്ത് തരാം, ഞങ്ങളുടെ പൈസ എങ്ങോട്ടൊക്കെ എവിടെയൊക്കെ വേണം എന്ന് പറയുന്ന രീതിയിലൊന്ന് ചാനലൈസ് ചെയ്തൊന്ന് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ പുള്ളി അതിന് വോളണ്ടറിലി ഞങ്ങളുടെ CFO ആയിട്ട് പുള്ളി ഒഫീഷ്യലി അല്ല ഇത് വരികയും അയാൾ വർക്ക് ചെയ്യുന്ന കാശ് അക്കൗണ്ടിലേക്ക് വരുന്നു. അപ്പോൾ അന്നത്തെ ഇതിനകത്ത് വരികയാണെങ്കിൽ ജെറീമ ഇന്ത്യയിൽ വന്ന് നിൽക്കുമ്പോൾ ഏകദേശം 4 ലക്ഷം രൂപയാണ് പുള്ളിയുടെ മൊബൈലിൻ്റെ ബില്ല്. കാര്യം ഇൻ്റർനാഷണൽ റോമിങ്ങിൽ ഇവിടെ ഉപയോഗിച്ചതാണ്. ഓക്കെ. അതിൻ്റെ കടം അപ്പോഴും കിടപ്പുണ്ട്, പലിശ അടച്ചു തീർക്കണം ബാക്കിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പലിശ കൂടിയ കടകൾ ആദ്യം തീർക്കുന്ന രീതിയിലേക്ക് പുള്ളി ഒരു പ്ലാൻ ഉണ്ടാക്കുകയും പിന്നെ അവിടെ നിന്ന് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ചാൾസ് പറഞ്ഞു, നമുക്ക് കുറച്ചുകൂടി ബിഗർ പ്രോജക്റ്റുകൾ പിടിക്കുക, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ബ്രാൻഡിങ് നമുക്ക് ഉണ്ടാക്കണം. കാര്യം ലോ കോസ്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ അന്നും $60-70 തന്നെയാണ് അവിടെ ചാർജ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ചാർജിങ്ങിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ബാഡാസ് പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നൊരു ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്യുന്നു. ബാഡാസ്, അത് ആ ബാഡാസ് പ്രോഗ്രാമേഴ്സ് എന്നൊരു ബ്രാൻഡിങ് അവിടെ ഏറ്റവും ഭയങ്കരമായിട്ട് ഹിറ്റാവുകയും ദെൻ വി സ്റ്റാർട്ടഡ് മേക്കിംഗ് മണി. എന്താണ് ഈ ബാഡാസ് പ്രോഗ്രാമേഴ്സ്? ബാഡാസ് പ്രോഗ്രാമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ കമ്പനികളിൽ നോർമലി ടെക്നോ പാർക്കിനകത്തൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമേഴ്സ് ഭയങ്കര അടിപൊളി പ്രോഗ്രാമേഴ്സ് ഉണ്ടാകും. പക്ഷേ അവന്മാർക്ക് എന്ന് പറയുന്ന ഒരു ഇഷ്ടം എന്താ, ഞങ്ങളുടെ സമയത്തിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇഷ്ടം. ഓക്കെ. 5 മാനേജർ ഇരുന്ന് മാനേജ് ചെയ്യാനൊന്നും താല്പര്യമൊന്നുമില്ല. ഞങ്ങളുടെ അടുത്ത് റിക്വയർമെൻറ്റ് പറഞ്ഞാൽ വി വിൽ ഡു ദാറ്റ്. സോ ബാഡാസ് പ്രോഗ്രാമർ ഈസ് എ ഗ്രൂപ്പ് ഓഫ്, വി ഹാഡ് എ മാനിഫെസ്റ്റോ. വീട്ടിലെ നമുക്ക് XP, കൺബെഡ്, വാട്ടർഫോൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മുടെ വഴിയിൽ വരുന്ന തടസ്സങ്ങളാണ്. പണി എന്താണെന്ന് പറയൂ, ഞങ്ങൾ ചെയ്തു തരും. ആൻഡ് ഞങ്ങൾ ഒരു അക്കൗണ്ടിൽ ഞങ്ങളുടെ ഒരു കോൺട്രാക്റ്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം ബിയറിൻ്റെ കാശ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എടുക്കും വിത്ത് എ നോട്ട്. ബാഡാസ് പ്രോഗ്രസ് പണി എടുത്തിട്ടുണ്ട്, യു ജസ്റ്റ് റിലാക്സ് ആൻഡ് എൻജോയ്. ബിക്കോസ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ആക്സിഡൻ്റ് അല്ല, ക്വാളിറ്റി അത്രയും സ്കിൽഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ.
ഞങ്ങളത് ചെയ്തിട്ട് തരും എന്നുള്ളതാണ്. ആൻഡ് ദെൻ പറയുന്ന സമയത്ത് അത് റിലീസ് ചെയ്ത് നിങ്ങൾക്ക് തന്നില്ല എങ്കിൽ നിങ്ങളുടെ പൈസ ഞങ്ങൾ തിരിച്ചു തരും. ആൻഡ് ദെൻ സാറ്റിസ്ഫാക്ഷൻ ഇസ് ദ ഗ്യാരണ്ടി. അപ്പോൾ അത് ബിൽഡ് ചെയ്തത് തന്നെ ബാഡാസ് പ്രോഗ്രാമേഴ്സിൻ്റെ വെബ്സൈറ്റ് ബെസ്റ്റ് CSS സൈറ്റ് ആയിരുന്നു അന്നത്തെ ഇതിനകത്ത്. അതിനകത്ത് പിന്നെ എന്താണ് മൈൻസ് ആർ ലൈക്ക് പാരച്യൂട്ട്, അതിനകത്ത് ഓരോ വേർഡിങ്ങും ആ ഒരു വൈബ്രൻസിലായിരുന്നു. ആൻഡ് ദെൻ വി ഹാഡ് എ ചീപ്പ് ആസ് ഡിസ്ക്ലെയിമർ ടുഗദർ ചീപ്പ് ആസ് ആൻഡ് ബാഡ് ആസ് ആർ അൺബാലൻസ് ആസ് സാറ്റിസ്ഫാക്ഷൻ ഈസ് അവർ ഗ്യാരണ്ടി. ഞങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി വരും. സോ ആസ് അവർ സ്വീറ്റ് ആസ് മോഡൽ കം വിത്ത് എ പ്രൈസ്. ആ പൈസ തരാനുണ്ടെങ്കിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ പോക്കോ. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് ഇത് ലോഞ്ച് ചെയ്ത് എവിടെയെങ്കിലും ചുമ്മാ അതിനകത്ത് നമ്മൾ എന്താ വെച്ചാൽ വി ആക്ച്വലി ഗ്രാബ്ഡ് അന്ന് ഈ ക്രാഗ് ലിസ്റ്റ് പോലുള്ള കുറേ സൈറ്റുകളുണ്ട്. ഹാക്കർ ന്യൂസ് അപ്പോൾ നമ്മുടെ ശരിക്കും എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള മുഴുവൻ പിന്നെ കോണ്ടാക്ട്സും കാര്യങ്ങളും എല്ലാം നമ്മൾ എടുത്തിട്ട് വി ഹാഡ് എ മാസീവ് ക്യാമ്പയിൻ ദാറ്റ് നിങ്ങൾ ഒരുപാട് സോഫ്റ്റ്വെയർ കമ്പനികളിൽ പ്രോജക്റ്റുകൾ കൊടുത്തിട്ട് മീഡിയോക്കർ വർക്കായിട്ട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ദെൻ ബാഡാസ് പ്രോഗ്രാമേഴ്സ് ഹിയർ, ദിസ് ഈസ് യുവർ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത് അങ്ങനെ ഒരു നിഷ് മാർക്കറ്റ് ഉണ്ടോ. വി ആർ നോട്ട് ഇത് $300 $400 അല്ല ഞങ്ങളുടെ ചാർജ്, അമേരിക്കയിലെ ചാർജും അല്ല, ഇന്ത്യയിലെ പോലെ ചീപ്പ് ചാർജുകൾ. അതിൻ്റെ ഇടയിലായിട്ട് വരുന്ന ഒരു റേറ്റാണ്, പക്ഷേ ഗ്യാരണ്ടീഡ് ആയിട്ട് ക്വാളിറ്റിയിൽ ചെയ്തു തരും. ആൻഡ് വി ഫൗണ്ട് ദാറ്റ് ദർ ഇസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആ ഒരു നിഷിനകത്തേക്ക് അങ്ങനത്തെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ക്വാളിറ്റിയിൽ ചെയ്യാൻ വേണം, പക്ഷേ അത്രയും ബഡ്ജറ്റും ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ പിന്നെ ചീപ്പായിട്ട് ചെയ്തിട്ട് ഇത് ചെയ്യാനും മോസ്റ്റ്ലി ദേവർ പ്രോഡക്റ്റ് കമ്പനീസ്. ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ storage-treasures.com അതിനകത്ത് നമ്പർ 1 ഓപ്ഷൻ ലിസ്റ്റിംഗ് സൈറ്റായിട്ട് അവരെ മാറ്റി. നമ്മളിങ്ങനെ ഒരു പ്രോഡക്റ്റ് കമ്പനി എടുക്കുന്നു, ആ പ്രോഡക്റ്റ് കമ്പനിയെ കംപ്ലീറ്റ് ബിക്കോസ് വി ആർ ഗുഡ് ഇൻ എന്താണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണ്, കസ്റ്റമറിന് എന്താ വേണ്ടതെന്നുള്ള രീതിയിൽ എങ്ങനെ അതിനെ സക്സസ്ഫുൾ ആക്കാമെന്നുള്ള രീതിയിലേക്ക് വർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൂടുതലും ഞങ്ങൾ വർക്ക് ചെയ്തത് അങ്ങനത്തെ പ്രോഡക്റ്റുകളിലായിരുന്നു. ഏറ്റവും കൂടുതൽ പ്ലേ സ്റ്റോറിൽ അന്ന് ആപ്പ് സ്റ്റോറിനകത്ത് ഡൗൺലോഡ് ചെയ്യപ്പെട്ടൊരു ആപ്പുണ്ട്, യോ ആപ്പ്. ഓക്കെ, അത് ആർബെൽ എന്ന ക്ലയൻ്റ് പേര് ഒരു യോ എന്ന് പറയുന്ന ഒറ്റ സൗണ്ട് കൊണ്ട് കംപ്ലീറ്റ് ചാറ്റ് എനേബിൾ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ളൊരു ആപ്പാണ്. ദാറ്റ് വാസ് സംതിങ്. ദെൻ ask.com ഉണ്ട്, നമ്മുടെ ഗൂഗിളിൻ്റെ കമ്പനി. ask.com വാസ് അവർ കസ്റ്റമർ. അവർക്ക് വേണ്ടിയിട്ട് ഇമേജ് സെർച്ച് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓരോ ഡെവലപ്പേഴ്സും കൈയൊഴിയുന്ന പലതരം പ്രോജക്റ്റ് ഉണ്ട്. അതായത് അവിടുത്തെ US-ൻ്റെ എഡ്ഗാർ ഫയലിംഗ് സിസ്റ്റം ഉണ്ട്. അങ്ങനത്തെ കുറേ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ടായിരുന്നു അന്ന്. ശരിക്കും ഇപ്പോൾ ഗൂഗിൾ ഡോക്കൊക്കെ വരുന്നതിന് മുമ്പ്, സോഫോയ്ക്ക് ആ ഒരു ഡോക്യുമെൻ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ ഓപ്പൺ ഓഫീസിൻ്റെ കോഡിനെ കീറി പറിച്ച് നമ്മൾ ഓൺലൈൻ വെബിനകത്ത് ഡോക്യുമെൻറ്റേഷൻ ചെയ്യാനായിട്ട് പറ്റുന്ന എഡ്ഗാർ ഫയലിങ്ങിന് വേണ്ടി ആവശ്യമുണ്ടായിരുന്നു. അങ്ങനത്തെ പ്രോഡക്റ്റുകൾ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വി വർക്ക് ഡോൺ എന്താണ് കോർ ടെക് പിന്നെ പ്രോഡക്റ്റിൽ വർക്ക് ചെയ്യുന്ന തരം പ്രോജക്റ്റുകൾ വരികയും അതിനകത്തുനിന്ന് നമ്മൾ 2 വർഷം 3 വർഷം ഇങ്ങനെ മുമ്പിലോട്ട് പോകുന്തോറും നമ്മൾ റിക്കവർ ചെയ്തത് 2012 മാർച്ച് ആവുന്ന സമയത്ത് വി ക്ലിയർ ഔട്ട് എൻ്റെ ടപ്റ്റ്. അപ്പോഴാണ് നമുക്ക് ശരിക്കും സ്വന്തമായിട്ട് ഓഫീസ് വേണം. ഓക്കെ, അപ്പോൾ ചാൾസിൻ്റെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് എടുക്കണം, ഓഫീസ് നമുക്ക് സെറ്റപ്പ് ആവണം, അടിപൊളിയായിട്ട് ചെയ്യണമെങ്കിൽ കാര്യം നമ്മൾ പത്രയ്ക്ക് ഒരു വൈബ്രൻസിലാണ് നമ്മൾ. കാര്യം ഞങ്ങളുടെ കമ്പനിയുടെ ഒരു പ്രത്യേകിച്ച് കമ്പനിക്കകത്ത് അന്ന് ഓഫീസ് ടൈമിംഗ് ഇല്ല, അറ്റൻഡൻസ് രജിസ്റ്റർ ഇല്ല, നോർമലി കമ്പനീസ് വരുന്ന ഒരു പോളിസീസും ഇല്ല എന്നുള്ളതാണ്. പണി നമുക്കൊരു കമ്പനിയുടെ ആവശ്യം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു കാര്യം പറഞ്ഞാൽ സമയത്ത് റിലീസ് ചെയ്യണം, അത് ക്വാളിറ്റിയിൽ ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ ഏർലിയസ്റ്റ് പോസിബിൾ മൂമെൻറ്റ് വെൻ യു കം ടു നോ അത് നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയിച്ചാൽ മതി, നമുക്ക് ബാക്കി അടുത്ത് നോക്കാം. മൂന്നാമത്തത്, കൂടെ ഇരിക്കണം വരെ ചൊറിയാൻ പോലും. ഡു നോട്ട് ക്രിയേറ്റ് പ്രോബ്ലം ടു അതേഴ്സ്. ഈ 3 തമ്പ് റൂളേ ഉള്ളൂ കമ്പനിക്കകത്ത്. ഇതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് വെക്കുന്ന കുറേ പോളിസീസ് ഉണ്ട്. ഏതോ ഒരുത്തൻ എന്തോ പ്രശ്നമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും കൂടി അപ്ലൈ ചെയ്യുന്നതിന് പോളിസീസ് കൊണ്ടുവരിക എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ പൊളിച്ചെഴുതണം. ബിക്കോസ് ഞാൻ അതിന് മുമ്പത്തെ പല കമ്പനിയിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ CMMI level 5 കമ്പനീസൊക്കെ വരുമ്പോൾ നമ്മൾ അത്രയും പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും 9:02 ലേറ്റ് ആയല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെന്താ പറയുക, അങ്ങനെ 6 മണിയാകുമ്പോൾ ഞാൻ പോകണം എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് ആൾക്കാരെ കൺവേർട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ട്. ബാഡ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് അത് എന്ത് ചെയ്യുന്നു, ആൾക്കാരുടെ ഒരു പാഷനെയും സെൽഫ് ഡിറ്റർമിനെയും കില്ല് ചെയ്യുന്നു. അങ്ങനെ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുകയും താല്പര്യമുള്ളവനെ കില്ല് ചെയ്ത് അവൻ്റെ ആ താല്പര്യം കളയുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം അവിടെയാണ്. റൈറ്റ്, അതിൽ നിന്നൊരു മോചനം വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഓപ്പൺ ഓഫീസ് സ്പേസ് വേണം. അന്ന് ഇവിടെ എല്ലാം മറ്റേ വലിയ ക്യൂബിക്കിളിനകത്ത് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് 2012 നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. എന്താണ് പിന്നെ അപ്പം അങ്ങനെ ബീൻ ബാഗുകളും ബാക്കി കാര്യങ്ങളും വെച്ചിട്ട് എല്ലാവരും മുഖത്തോട് മുഖം അങ്ങോട്ട് കാണണം. ആ സൗഹൃദം നമുക്ക് നിലനിർത്താൻ പറ്റണം, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം അന്ന് DBG എന്നായിരുന്നു കമ്പനിയുടെ, ഡിജിറ്റൽ ബ്രാൻഡ് ഗ്രൂപ്പ് എന്നായിരുന്നു കമ്പനിയുടെ പേര്. അപ്പോൾ DBG എന്ന് പറയുന്നത് ടെക്നോ പാർക്കിൻ്റെ വൈബായിരുന്നു.
ഓരോ സാഹചര്യത്തിനകത്ത് ഇവിടെ എന്ത് കാര്യമാണെങ്കിലും എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുക, അടിച്ചു പൊളിച്ച് നടക്കുന്ന തലതെറിച്ച കുറേ ബാക്ക് ബെഞ്ചേഴ്സ് ഒരുമിച്ചിരുന്നിട്ട് പണിയെടുക്കുന്നൊരു കമ്പനി എന്ന് പറയുന്നൊരു മോഡലാണ്. അപ്പോൾ അപ്പോൾ നമ്മൾ പൈസയും ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി ഈ ഒരു കൺവെൻഷണൽ മോഡൽസിനെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലേക്കൊരു സിസ്റ്റം ചെയ്യുമ്പോൾ സ്കെയിലബിലിറ്റി പ്രശ്നം വരും. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ 2 വർഷത്തിൽ കൂടുതൽ കമ്പനി നടത്തില്ല എന്ന് പറയുന്ന സ്ഥലത്ത് വി ബിൽഡ് വൺ സിസ്റ്റം. ഓക്കെ. അപ്പോൾ അതാണ് ഞങ്ങൾ വേൾഡ് ടോപ്പ് 28 കമ്പനീസ് ഇൻ ഗെയിമിഫിക്കേഷനായിട്ട് 2014 ലിസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സർവീസ് ചെയ്തിട്ട് പിന്നെ പ്രൊഡക്റ്റിലേക്ക് എൻ്റർ ചെയ്താൽ അത് അതിന് ശേഷമാണ്. ബിക്കോസ് വി ബാഡാസ് പ്രോഗ്രാമർ സ്റ്റാർട്ടഡ് ഗിവിങ് എസ് അത്രയും റവന്യൂ. കാര്യം വെച്ചാൽ നമ്മളിവിടെ വി വർ ദ ബെസ്റ്റ് പേയിങ് കമ്പനി ഉണ്ടായിരുന്നു അന്ന്. PHP പ്രോഗ്രാമേഴ്സിനും അല്ലെങ്കിൽ വെബ് ഡെവലപ്പേഴ്സിനൊന്നും നമ്മൾ കൊടുക്കുന്നതിൻ്റെ പകുതി പോലും ഈ ഇൻഡസ്ട്രിയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കറക്റ്റായിട്ട് തന്നെ ചെയ്തു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് വൈസ് ഉണ്ടല്ലോ. മറ്റ് കമ്പനിയിൽ ഭയങ്കര സപ്രസ്ഡ് ആയിട്ടിരുന്ന ആൾക്കാർ ഇവിടെ വന്ന് സ്വാതന്ത്ര്യം കാണുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? മിസ്യൂസ് ചെയ്യപ്പെടും. അവർക്ക് അവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു കൾച്ചർ സ്ലോലി ഡൈലൂട്ട് ആയി തുടങ്ങി. ബിക്കോസ് പീപ്പിൾ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് ഒരാൾ വരുമ്പോൾ ഇപ്പം ഓഫീസ് ടൈമിംഗ് ഇല്ല, കൊള്ളാലോ, ദെൻ ഫൈനൽ റിലീസിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അതൊക്കെ അയ്യോ ഇന്ന് എനിക്ക് ലീവാണ് കേട്ടോ. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ബാഡാസ് പ്രോഗ്രാംസ് ഒരു കൺസെപ്റ്റ് നമ്മൾ വെക്കുമ്പോൾ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിലും തട്ടുകടയിലും പോയി കഴിക്കുന്നതിൻ്റെ വ്യത്യാസമുണ്ട്. നമ്മൾ തട്ടുകടയിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിൽ ഒരു സാധനം തന്നെങ്കിൽ നമ്മൾ കഴിച്ചിട്ട് ഭക്ഷണം നല്ല രുചിയുണ്ടെന്ന് പറയും. 5 സ്റ്റാർ ഹോട്ടലിൽ അത്ര രുചിയുള്ള ഭക്ഷണം തന്നാലും അവിടുത്തെ ഒരു പ്ലേറ്റ് സ്പൂണിന് ചൂടില്ല, അത് ഇന്ന് ഫോർക്ക് ഇങ്ങനെ ചരിഞ്ഞാണ് എഴുതെങ്കിൽ പോലും അതവിടെ ഒരു പ്രോബ്ലമാണ്. ദാറ്റ് പ്രോബ്ലം എക്സിസ്റ്റ് ഫോർ ബാഡാസ് പ്രോഗ്രാമേഴ്സ്. കാര്യം ആ സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ ഗ്യാരണ്ടി ചെയ്യുമ്പോൾ അതേ ക്വാളിറ്റിയിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റണം. ആ ഡെലിവറിക്കകത്ത് നമ്മൾ ഈ ലാറ്ററൽ എൻട്രി ആൾക്കാർ വരുന്ന സമയത്ത്, അതായത് മറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്ത് ഇതിലേക്ക് വരുന്ന ആൾക്കാർ വരുന്ന സമയത്ത് ചെറിയ പ്രോബ്ലംസ് ഉണ്ടായി. ആൻഡ് ഇറ്റ് ക്രിയേറ്റ് ലോസസ്. കാര്യം എന്താ, നമ്മൾ ക്ലയൻറ്റിന് സമയത്തിന് ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്ന തരം ബോൺസാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അവിടെ നമുക്ക് കൺട്രോൾ ചെയ്യണം. അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് പറഞ്ഞു നമുക്കിനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് എല്ലാ മാസവും നമുക്കൊരു മന്ത്ലി മീറ്റിംഗ് എന്ന് പറയുന്ന സാധനമുണ്ട്. ബിക്കോസ് ഡെമോക്രാറ്റിക് ആയിട്ട് എല്ലാവരും കൂടി ആ തീരുമാനിക്കണം. നമ്മളൊരു ടീമാണല്ലോ. അപ്പോൾ എല്ലാവരും തന്നെ കമ്പനിക്കകത്തുള്ള തന്നെ നമുക്ക് അറ്റൻഡൻസ് ലിസ്റ്റ് വെക്കണം, നമുക്ക് ഓഫീസ് ടൈമിംഗ് വെക്കണം, നമുക്ക് ഫേസ്ബുക്കും ബാക്കി ഇതെല്ലാം ബ്ലോക്ക് ചെയ്യണം കമ്പനിക്കകത്ത്. അവർ തന്നെ ഒന്ന് പറയാം. കാര്യം എന്താ, പുതിയതായിട്ട് 1-2 പേര് അത് യൂസ് ചെയ്തിട്ട് സമയത്തിന് റിലീസ് ചെയ്യാനായിട്ട് നടക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരുത്തൻ അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എന്തിന് എല്ലാവരുടെയും ബ്ലോക്ക് ചെയ്യണം? കറക്റ്റ്. സോ കൺട്രോൾ നീഡ് ടു ബി ദെയർ. ആരെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്? വെൻ ദർ ഇസ് എ റോങ് പേഴ്സൺ, അവനെ കൺട്രോൾ ചെയ്താൽ പോരെ. അല്ലെങ്കിൽ പുതിയൊരാൾ വരുമ്പോൾ അവൻ പഠിച്ചുകൊണ്ടിരിക്കണം, അവനെ കൺട്രോൾ ചെയ്താൽ പോരെ. അല്ലെങ്കിൽ ഒരു എമർജൻസി ഉണ്ട്, അപ്പോൾ നമ്മൾ കൺട്രോൾ മതി. അല്ലാത്ത സമയത്ത് കോൺടെക്സ്റ്റ് സെറ്റ് ചെയ്തിട്ട് തന്നെ മുമ്പിലേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തതാണ് നമ്മുടെ ഇവിടെ പഴയ ഒരു ഗെയിമിഫിക്കേഷൻ എൻജിൻ. ലെൻസ് ഗെയിം എന്നായിരുന്നു അതിൻ്റെ പേര്. ഗെയിം എന്ന് വെച്ചാൽ ഗെയിം അസിസ്റ്റഡ് മാനേജ്മെൻറ്റ് ഓഫ് എൻ്റർപ്രൈസ്, GAME. ഓക്കെ, അങ്ങനെ ഒരു സാധനം ഞാൻ ബിൽഡ് ചെയ്യും. അതിനകത്ത് എല്ലാവരും രാവിലെ വരുന്ന അവരുടെ പ്രോജക്ട്സ് എല്ലാം ഇന്ന് എന്താ ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും 3 സ്ട്രെങ്തുകളുണ്ട്. ദർ ഈസ് പ്രൊഡക്ടിവിറ്റിയുടെ സ്ട്രെങ്ത് ഉണ്ട്, സമയത്തിന് പ്രോജക്റ്റ് റിലീസ് ചെയ്യുക, കാര്യങ്ങളെല്ലാം ചെയ്തു. കമ്മ്യൂണിക്കേഷൻ്റെ സ്ട്രെങ്ത് ഉണ്ട്, സമയത്തിന് തന്നെ റിപ്ലൈ ചെയ്യുന്നുണ്ടോ. ആൻഡ് ദെൻ ഉള്ളതെന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡിനെയാണ്. ചുറ്റും ഇയേഴ്സ് ഹാപ്പിനെസ്സിനെ ബാധിക്കുന്നുണ്ട്, ഹാപ്പിനെസ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓരോ കാര്യങ്ങളും പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഇതിലേക്ക് പോകുന്നു. അപ്പോൾ രാവിലെ ഞാൻ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. വൈകുന്നേരം പോകുമ്പോൾ എൻ്റെ പെർഫോമൻസ് മീറ്റർ ഇങ്ങനെയാണ് ഞാനാ തീരുമാനിക്കുന്നത്. ആൻഡ് ദ പാറ്റേൺ ഓഫ് മിസ്ബിഹേവിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ ഗ്രാഫ് അവന് തന്നെ കാണാൻ പറ്റും എങ്ങനെയാണ് പോകുന്നത്. ഡെയിലി വരിക 8 മണിക്കൂറിൻ്റെ എസ്റ്റിമേറ്റഡ് വർക്കല്ലേ അവിടെ ഉണ്ടാവും, അത് ചെയ്ത് തീർത്തിട്ട് പോകാന്നുള്ളത് തന്നെയല്ലേ. 4 മണിക്കൂർ തീരണമെങ്കിൽ അവന് 8 മണിക്കൂർ ഇരിക്കേണ്ട ആവശ്യം എന്താ? അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യത്തിന് ഞാൻ 7 ലെവലുകളായിട്ട് തിരിച്ചു. അപ്പോൾ ഏറ്റവും അൾട്ടിമേറ്റ് ലെവൽ ഈസ് ദ ബാഡാസ് ലെവൽ. നീ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്താൽ ഇപ്പോൾ എന്താ, സമയത്ത് പ്രോജക്റ്റ് റിലീസ് ചെയ്യുന്നുണ്ടോ, പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, അതോ എന്താണ് ബാക്കിയുള്ള ആൾക്കാരുടെ ഹാപ്പിനെസ്സിനെ ബാധിക്കാത്ത രീതിയിൽ ആറ്റിറ്റ്യൂഡ് പ്രശ്നമുണ്ടോ? ഈ 3 കാര്യങ്ങളുടെയും സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്താൽ യു വിൽ ബി ഇൻ ദ ബാഡാസ് ലെവൽ. ആൻഡ് whenever you are not able to release projects on time, you can get down and work in a little bit controlled environment. 8 മണിക്കൂർ ഓഫീസിൽ ഇരുന്ന് അല്ലെങ്കിൽ 8 മണിക്കൂറിൻ്റെ പണി ചെയ്ത് എല്ലാ ദിവസവും ചെയ്ത് തീർത്തിട്ട് പോയാൽ മതി. എന്നിട്ടും നിനക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല, കുറച്ചുകൂടി കൺട്രോളിലേക്ക് വാ. അപ്പോൾ രാവിലെ വന്ന് 8 മണിക്കൂർ ഓഫീസിൽ ഇരിക്കുക. സോ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത് ഏൺ ചെയ്തെടുക്കുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് വേർ ദർ വാസ് ലോട്ട് ഓഫ് ഞാനപ്പോൾ ബാംഗ്ലൂർ ലോയസ് ഐഡീസ് ഓപ്പൺ സൊസൈറ്റിയൊക്കെ അകത്ത് ഐ ജസ്റ്റ് ബിക്കം എ സ്പീക്കർ. അവിടെ ചെന്നിട്ട് ഈ ഒരു സിസ്റ്റം ഞാൻ പറഞ്ഞു. അതായത് ഈ പ്രോഗ്രാമേഴ്സിനെ ശരിക്കും നല്ല പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ബാക്കിയുള്ള ആൾക്കാരെ പോലെ ട്രീറ്റ് ചെയ്യുന്നത് എന്തിനാണ്? കാര്യം നമ്മുടെ ഇൻഡസ്ട്രിക്കകത്ത്
ഫാക്ടറി അല്ല ഇത്. ഫാക്ടറിക്കകത്ത് ഒരുത്തൻ 10 പിന്നെ തൊപ്പി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇതുണ്ടാക്കും, വേറൊരുത്തൻ 8 ഉണ്ടാക്കും. അവിടുത്തെ പെർഫോമൻസ് ഡിഫറൻസ് വളരെ ചെറുതാണ്. നമ്മൾ ടാസിഡ് വർക്ക് ഫോഴ്സാണ്, നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെ 1 person may not be able to be replaced by even 10 people. റൈറ്റ്. ഒരുത്തൻ 2 മണിക്കൂറിൽ തീർക്കുന്ന സാധനം വേറൊരാൾക്ക് ചിലപ്പോൾ 40 മണിക്കൂറിലും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരും. പല ആൾക്കാരും അവർ കോഡ് എഴുതുമ്പോൾ ശ്രദ്ധയോടുകൂടി അല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കിയ മിസ്റ്റേക്കുകൾ സോൾവ് ചെയ്യാനായിട്ടാണ്, അതിനെ ട്രബിൾ ഷൂട്ട് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സമയം ചെയ്യണത്. സോൾവ് ചെയ്യാനായിട്ട് അതിന് ശേഷം വീണ്ടും അത് ആദ്യമേ പ്രോപ്പറായിട്ട് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളതിന് ഇവരും തമ്മിൽ ഒരേ കണക്ക് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ പ്രോബ്ലം ദാറ്റ് വി ഹാവ് ടു ഫിക്സ്. കാര്യം അത്രയും കേപ്പബിലിറ്റി ഉള്ളവനെയും അല്ലാത്തവനെയും ഒരേ കണക്കിന് കാണണം എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് തിയറീസ് ഉണ്ട്. ഇപ്പോൾ ഇക്വിറ്റി തിയറം എന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ കുറേ തിയറീസിനെ മാനേജേഴ്സ് എന്തായിട്ട് പഠിച്ചിട്ട് വരികയാണ്, MBAക്ക് റൂൾസായിട്ട് പഠിച്ചിട്ട് വന്നിട്ട് അവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ബാഡ് മാനേജ്മെൻറ്റ് തിയറംസ്, ബാഡ് മാനേജേഴ്സ്, അവർ ഒരു ഓർഗനൈസേഷനകത്ത് കോൺടെക്സ്റ്റ് സെറ്റ് ചെയ്യാണ്, നല്ല ആൾക്കാർക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല. സോ ഒരു സ്മെൽ ഓഫ് ദ വർക്ക് പ്ലേസ് എന്ന് പറയും. അതായത് നമ്മളവിടെ ഒരു കമ്പനിയിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അവിടെ ഭയങ്കര സ്ട്രക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയും അവരെ ബാഡായിട്ട് മാറ്റുകയും ആ ഒരു മീഡിയോക്കർ ആവറേജ് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ആൾക്കാരെ കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൾച്ചർ അവിടെയുണ്ട്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു ആ ഒരു സിസ്റ്റത്തിനെ ബേസിക്കലി. അപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്ത സിസ്റ്റം എടുത്തൊരു പ്രൊഡക്റ്റൈസ് ചെയ്ത് സോഫ്റ്റ്വെയർ ആക്കി മാറ്റി. ഈ പ്രൊഡക്റ്റൈസ് ചെയ്തില്ല. പ്രൊഡക്റ്റൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു. സോ ആ ഒരു കമ്പനിക്കകത്ത് ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് OSI ഡേയ്സിലേക്ക് പോവുകയും അവിടെ നിന്ന് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. ബിക്കോസ് ദിസ് ഈസ് ദ നീഡ്. കാര്യം കമ്പനീസ് ഫാക്ടറികൾക്ക് വേണ്ടി ചെയ്യപ്പെട്ട തിയറീസ് വെച്ചിട്ട് അവിടുത്തെ 9 to 6 വർക്ക് അവേഴ്സിൻ്റെ സാധനം വെച്ചിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് IT കമ്പനികൾ വരുന്ന സമയത്ത് അത് ഇൻഡസ്ട്രി ആണല്ലോ, ആ ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്യും. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ടൈ കെട്ടിയിട്ട് കോഡ് എഴുതണമെന്ന് പറയുന്നത് ആൾക്കാർക്ക് അന്നറിയില്ല. പക്ഷേ മറ്റേ കമ്പനി ടൈ കെട്ടി കോഡ് എഴുതുന്നത്, അതുകൊണ്ട് നീ ഇങ്ങനെ ടൈ കെട്ടി കോഡ് എഴുതണമെന്ന് പറയുന്ന രീതിയിലേക്ക് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്തു പോകുന്ന ആചാരങ്ങളായിട്ട് ഈ പോളിസീസ് മാറിയിട്ടുണ്ട്. ഇത് മാറേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇൻവെസ്റ്റേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് മാർക്കറ്റ് ആൻഡ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നൊരു റിസർച്ച് ഏജൻസി വന്നിട്ട് ഒരു ഡെപ്ത് ഇൻ്റർവ്യൂ നടത്തി ഈ എലമെൻറ്റ്സ് മൊത്തത്തിൽ നോക്കിയിട്ട് സെൽഫ് ഡിറ്റർമിനൻസ് എന്ന് പറയും. അതായത് എനിക്ക് വർക്ക് ചെയ്യണം എന്ന് പറയുന്നത് യു ഹാവ് ടു ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ നീ ചെയ്യണമെന്ന് പറയും. ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. കറക്റ്റ്. ആ വ്യത്യാസമാണ് ഞാൻ ഇൻവോക്ക് ചെയ്യുന്നത്. ദർ ഈസ് സംതിങ് കോൾഡ് ഡിസ്ക്രീറ്ററി പെർഫോമൻസ്. ഈ പെർഫോമൻസ് എവിടെ എടുക്കുന്നത് നമ്മളാ തീരുമാനിക്കണേ. ഇപ്പോൾ സ്കൂളിൽ, ഇപ്പോൾ കോളേജിലെ സ്റ്റുഡൻറ്റൊക്കെ നമുക്ക് അസൈൻമെൻറ്റ് ടീച്ചർ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്നതും ഒരു ആർട്ട് ഫെസ്റ്റിവലിന് മറ്റേ പോസ്റ്റർ എഴുതാനായിട്ട് കാണിക്കുന്ന ആവശ്യം തമ്മിലുള്ള വ്യത്യാസമില്ലേ? ആ ഒരു വ്യത്യാസം അവിടെ കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ഈ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാലെന്ന് പറഞ്ഞിട്ട് ദേ ആക്ച്വലി പബ്ലിഷ്ഡ് പേപ്പർ, റിസർച്ച് പേപ്പർ. അപ്പോൾ ഗെയിമിഫിക്കേഷൻ്റെ ഏറ്റവും വലിയൊരു റിസർച്ച് പേപ്പർ ഉണ്ട്. ആ പേപ്പറിൻ്റെ കോംപ്രിഹെൻസീവിനകത്ത് നമ്മൾ ലിസ്റ്റ് ചെയ്യപ്പെടുകയും നമ്മുടെ ഈ ഒരു മോഡൽ അവിടെ വർക്കൗട്ട് ചെയ്തിട്ട്. സോ അന്ന് ആണ് ദെൻ ഇവിടെ ഓരോ സ്ഥലത്തും അന്ന് മുതൽ ഇന്ന് വരെ ഓരോ സ്ഥലങ്ങളിലും ഇത് മെൻഷൻ ചെയ്ത് ഗെയിമിഫിക്കേഷൻ്റെ ഓരോ ബുക്സ് ഇറങ്ങിയാൽ അതിനകത്തെല്ലാം നമ്മുടെ ഈ ഒരു മോഡൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ സോ ബട്ട് ദാറ്റ് ഈസ് നോട്ട് അവർ കോർ പ്രോഡക്റ്റ്. അപ്പോൾ കാര്യം ഞങ്ങൾ ബാഡാസ് പ്രോഗ്രാംസിലാണ് പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജെറേമിയ വാസ് ഓൾവേസ് ലൈക്ക് ഓക്കെ ദിസ് ഈസ് സംതിങ് ഇൻറ്റേർണൽ വി ഡു, നമുക്ക് മറ്റേത് അത് പ്രോഡക്റ്റൈസ് ചെയ്യാം, ലെറ്റ്സ് വെയിറ്റ് ഫോർ സം ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മളത് പ്രോഡക്റ്റ് ചെയ്തില്ല. ദാറ്റ് ടൈം ഐ തിങ്ക് കമ്പനീസ് ലൈക്ക് ഇൻഫോസിസ് ഈവൻ കോൺടാക്റ്റഡ് മീ ഓക്കെ ഓൺ എന്താണ് അവരുടെ മാനേജ്മെൻറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട്, അതായത് മാനേജേഴ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് എന്ത് വേണം, ഒരു ഗെയിമിഫിക്കേഷൻ എൻജിൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാമോ എന്ന് പറയും. പക്ഷെ പ്രോബ്ലം ഓൾ ദ കമ്പനീസ് വാണ്ട് എന്തെന്നറിയാമോ, മെട്രിക്സ്. അതായത് അവിടെ എന്താ നടക്കുന്നതാണ് മൈക്രോ ഒരു മോണിറ്ററിങ് സിസ്റ്റമാണ് ഞാൻ ടൈം ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നതിൻ്റെ മൈക്രോ സർവൈലൻസ് സിസ്റ്റമാണ്. സെക്കൻഡ് വൺ, ദേ ആർ നോട്ട് വില്ലിംഗ് ടു ഗീവ് ദാറ്റ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ഫ്രീഡം. അത് കൊടുക്കാൻ തയ്യാറില്ല. വൈ? അവർക്ക് ബാഡ്ജസും പോയിൻസും കാര്യങ്ങളും വെച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാധനമുള്ളൂ. ബിക്കോസ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റി, സിഇഒയുടെ ഒരു റെസ്പോൺസിബിലിറ്റി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സാണ്. എംപ്ലോയീസ് എന്ന് പറയുന്നത് ടൂൾസാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ മെഷീനറി പോലെ തന്നെ ഉപയോഗിക്കുന്ന മൂവിങ് ക്രൗഡാണ്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിനടുത്ത് മാറ്റിയിട്ട് വേറെ മെഷീനറി കൊണ്ട് വെക്കില്ലേ? ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ് തിയറിക്കകത്ത് ഹ്യൂമൻ കൺസിഡറേഷൻ ഫോർ ദ എന്താണ് എംപ്ലോയീസ് എന്ന് പറയുന്ന സാധനത്തിന് അത്രത്തോളം വാല്യൂ ഇല്ല. തിയറി എക്സ് തിയറി വൈ എന്ന് 2 തിയറി ഉണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ആൾക്കാർക്ക് പണി ചെയ്യാൻ ഇഷ്ടമില്ല, ആൾക്കാർ ഉഴപ്പും, ആൾക്കാർക്ക് അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോണിറ്ററിങ് സാധനം ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്ന തിയറീസാണ് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് HR മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരാൾക്ക് ബിസിനസ്സിൻ്റെ പുറത്തേക്ക് അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിനകത്തോ ഏതെങ്കിലും ഒരു സാധനം എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കോംപ്ലക്സിറ്റി ഉണ്ടാകും. ആൾക്കാർ
സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് അവർ ഡിസ്ക്രിപ്റ്റീവ് പെർഫോമൻസ് ചെയ്യുമായിരിക്കാം. അത് ചെയ്യാതിരുന്നാൽ എന്ത് ചെയ്യും? ഇറ്റ് ക്യാൻ ഓൾസോ ഗോ ഇൻ ദ റിവേഴ്സ് വേ, റൈറ്റ്? ആൾക്കാർക്ക് ആ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവർ മിസ്യൂസ് ചെയ്യുന്ന മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അപ്പോൾ അതിനകത്തേ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ആൾക്കാർ സെറ്റ് ചെയ്യുമ്പോൾ അവർ താഴെ സെറ്റ് ചെയ്ത് കളയും. ബിക്കോസ് അവർ കൺവീനിയൻറ്റിലേക്ക് പോകുന്ന സമയത്ത് ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് താഴേക്ക് പോകും. അപ്പോൾ ആരും ആ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. നമ്മൾ വേറെ കമ്പനി തുടങ്ങി പിന്നെ ഫായനുള്ള കമ്പനിയിലേക്ക് വരുമ്പോൾ ഒരു മാറ്റം എന്തായിരുന്നു? മാറ്റം എന്ന് പറയുന്നത് നമ്മളുടെ അത്രയും ഇപ്പോൾ മൊബൈൽ ഒരുപാട് പേരെ നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ ഹയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ്. ഒരു പ്രോഡക്റ്റ് കമ്പനിയിൽ ഇത്രയും ആൾക്കാരുടെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ആദ്യത്തെ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് നമുക്കിത് ചെയ്യേണ്ട, നമുക്ക് ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആൾക്കാരെ ഒന്ന് വീഡ് ഔട്ട് ചെയ്തിട്ട് വേണ്ട ആൾക്കാരെ മാത്രം നിലനിർത്തി പോകണം എന്ന് പറയുന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയും ആൾക്കാരെ നമ്മൾ വന്ന് ആ ഒരു ബാഡ് ആസ് കൾച്ചർ ഈ കാര്യങ്ങളൊക്കെ വന്നിട്ട് എല്ലാവരും ഫാമിലി ആയിട്ട് അത്രയും എൻഗേജ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആൾക്കാരെ എനിക്കങ്ങനെ ഇത് ചെയ്യാനായിട്ടുള്ളൊരു ദെൻ വാസ് സജസ്റ്റിംഗ് ചെയ്താൽ നമുക്ക് വളരെ ഫെയർ ആയിട്ട് അവർക്ക് 3-6 മാസത്തെ സാലറി കൊടുത്തിട്ടാണ് കുഴപ്പമില്ല, എന്തും ഗോ ആൻഡ് കം ബാക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഇത് ഒരു ഗ്യാരണ്ടീഡ് സക്സസ് മോഡൽ ബിക്കോസ് വി ഡു നോട്ട് ഹാവ് എനി റവന്യൂ വെൻ വി സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ എ പ്രോഡക്റ്റ്. അപ്പോൾ എനിക്കത് ഒരു അക്സെപ്റ്റബിൾ ആയിരുന്നില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്രയും ആൾക്കാരെ വെച്ച് തന്നെ പ്രോഡക്റ്റ് കമ്പനി തുടങ്ങേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ടായി. അപ്പോൾ മന്ത്ലി ബേൺ എന്ന് പറയുന്നത് അത്രയും കൂടുതലാണ്. റവന്യൂ ഇല്ല, ബട്ട് പ്രൊഡക്റ്റ് സോ ബട്ട് ചാൾസ് പറഞ്ഞ പ്രശ്നമില്ല. ഓക്കെ, ദീപിന് അതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് എത്രയും നേരത്തെ ഈ കാര്യങ്ങൾ ചെയ്തു പോകണം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു. ആദ്യം നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കുറച്ച് ഇ-കൊമേഴ്സ് സൈറ്റുകളുണ്ട്. അപ്പോൾ എന്തായാലും ഇ-കൊമേഴ്സ് നമുക്ക് വേണമല്ലോ. അപ്പോൾ ഇ-കൊമേഴ്സ് സൈറ്റ് സാമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അതിനകത്ത് നമുക്ക് റവന്യൂ വന്നു തുടങ്ങും. കാര്യം ഈ സപ്ലൈ ചെയിനിലെ എല്ലാ ആൾക്കാരുമായിട്ട് നമ്മൾ ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കോസ്റ്റ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് കിട്ടാനായിട്ട് ഫയ ഈസ് ഓൾസോ എ ഡിസ്ട്രിബ്യൂട്ടർ ദർ ഇൻ US. അപ്പോൾ സപ്ലൈസിനെ നേരിട്ട് എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതിന് ഇ-കൊമേഴ്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ആമസോണിൽ $10 $12 ഉള്ള സാധനം ഞങ്ങൾക്ക് $2.5 നമ്മുടെ ഇ-കൊമേഴ്സ് സൈറ്റിൽ അത് അവൈലബിൾ ആക്കാൻ പറ്റും. സോ അത്രയും വലിയൊരു മാർജിനൽ ഡിഫറൻസിന് നമുക്ക് ഇ-കൊമേഴ്സിൽ എനേബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു യുണീക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സൈഡിലിടാം. അവിടെ നിന്ന് റവന്യൂ വരട്ടെ. ദെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഹെൽപ്പിംഗ് എസ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ERP മൊത്തത്തിൽ നമുക്ക് SaaS ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്ത് തുടങ്ങാം എന്ന് പറയുന്നൊരു കരുതുക. അപ്പോൾ ഞാൻ ആലോചിച്ചു, അപ്പോൾ നമുക്ക് മൊബൈൽ ഡെവലപ്പേഴ്സ് ഉണ്ട്. മൊബൈൽ ഡെവലപ്പേഴ്സിന് പറഞ്ഞുകൊണ്ട് എന്തിനാ ഇതിൻ്റെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ അവരുണ്ടാക്കട്ടെ, ഒരു ആൻഡ്രോയിഡ് ടീമുണ്ട്, അവർ ആൻഡ്രോയിഡ് ഉണ്ടാക്കട്ടെ, ഇവർ iOS ഉണ്ടാക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് വലിയ പ്ലാനിലേക്ക് സെറ്റ് ചെയ്തു. അപ്പോൾ ഫാസ്റ്റായിട്ട് ചെയ്തിറക്കണം. അങ്ങനെ ഞാൻ നോക്കിയാൽ മജന്തോ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാം. അപ്പോൾ മജന്തോ 2 റിലീസ് ആവുന്ന ടൈമാണ്. നമുക്ക് മജന്തോ 2ലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മജന്തോ 2 എടുത്ത് നമ്മൾ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇ-കൊമേഴ്സ് മാത്രമല്ല, അതിനകത്ത് പ്രോഡക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് പോയിട്ട് അതിനെ കസ്റ്റമൈസ് ചെയ്ത് ലോഗോ ഒക്കെ വെച്ച് എഡിറ്റ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ളൊരു ഇൻ്റർഫേസും കാര്യങ്ങളെല്ലാം ചെയ്തു. ഇറ്റ് ടുക്ക് 2 years ഫോർ us ടു ബിൽഡ് ദാറ്റ്. ബട്ട് ഫൈനലി എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ്, അതായത് മജന്തോ 2-നകത്ത് പുതിയതായിട്ട് റിലീസ് ചെയ്തത് കാരണം ഉണ്ടായിട്ടുള്ള മുഴുവൻ പ്രോബ്ലവും നമ്മൾ ഫിക്സ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് അതിനകത്ത് അത് വളരെ നെയ്വായിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു. ആൻഡ് ആഫ്റ്റർ 2 years നമുക്ക് അത് ഫുള്ളായിട്ട് ഡംപ് ചെയ്ത് കളയേണ്ടി വന്നു. 2 വർഷം ഞങ്ങൾ വർക്ക് ചെയ്ത മുഴുവൻ സാധനവും 2016 മുതൽ 18 വരെ ചെയ്ത മുഴുവൻ കാര്യവും എടുത്ത് കളഞ്ഞിട്ട് ഒന്നേ ഫ്രം സ്ക്രാച്ച് ഞങ്ങൾ ഇ-കൊമേഴ്സ് ബിൽഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ക്രിയേറ്റഡ് എ ഹ്യൂജ് വീണ്ടും ഒരു ഡിപ്പിലേക്ക് വന്നു. പിന്നെ വി ഡിസൈഡഡ് ലൈക്ക് വി വിൽ ബിൽഡ് അവർ ഓൺ സിസ്റ്റം ആൻഡ് ദെൻ വി സ്റ്റാർട്ടഡ് ബിൽഡിങ് ദാറ്റ് ആക്ച്വലി സ്റ്റാർട്ടഡ് ജനറേറ്റിംഗ് റവന്യൂ. അതൊരു 2018-19 ആകുന്ന സമയത്താണ് തിരിച്ച് നമ്മൾ ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് തിരിച്ച് റിക്കവറിയിലേക്ക് വരുന്നത്. അറ്റ് ദ സെയിം ടൈം വി ഫൈൻഡ് US-ലെ ഏറ്റവും ടോപ്പായിട്ടുള്ള 4 പ്ലെയേഴ്സിനെ കണ്ടെത്തി. അവർക്ക് അവരുടെ സോ വി വെൻഡർ ആസ് എ സൊല്യൂഷൻ പ്രൊവൈഡർ. നിങ്ങൾക്ക് ഇപ്പോൾ എന്താണോ നിങ്ങളുടെ ഈ ഒരു കോസ്റ്റും കാര്യങ്ങളും വരുന്നത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ജനറേഷൻ കമ്പനീസോട് കോമ്പറ്റീറ്റീവ് ആവാനായിട്ട് പറ്റുന്നില്ല, അതിന് സോൾവ് ചെയ്യുക എന്നുള്ളതിനാണ് നമ്മൾ വരുന്നതെന്നുള്ള രീതിയിലേക്ക് വി വർ ഏബിൾ ടു പിച്ച് ദം, വി വർ ഏബിൾ ടു കൺവേർട്ട് ദം. അവരുടെ ചെറിയൊരു മോഡ്യൂൾ, ഈ എംബ്രോയിഡറി ഒരു മോഡ്യൂൾ മാത്രമായിട്ടാണ് തുടങ്ങിയത്. ആസ് ഓഫ് നൗ അവരുടെ കമ്പനിയിൽ അവർ എക്സിസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റിൻ്റെ പ്രോഡക്ട്സ് ചെയ്ത് മാറ്റിയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ലൈൻസ് അവിടേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റി. അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ഡിപ്ലോയ്മെൻറ്റാണ് ഞാൻ ജനുവരിയിൽ US-ലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ DBG കമ്പനി ഫായായി മാറി. ഇപ്പം ഫായ എവിടെ നിൽക്കുന്നത്? ആസ് ഓഫ് നൗ ഞാൻ പറഞ്ഞില്ല, നമ്മൾ പ്രൊമോഷൻ പ്രോഡക്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സ്ഥലം, ഇറ്റ് ഈസ് എ വെരി ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി. എന്ത് കാര്യവും കസ്റ്റമൈസ് ചെയ്ത്
വാങ്ങുക എന്നൊരു കൾച്ചറിലേക്ക് ആൾക്കാർ മാറുകയാണ്. ഇപ്പോൾ ആപ്പിളിൻ്റെ ഒരു പ്രോഡക്റ്റ് എടുത്താൽ പോലും അതിനകത്ത് നമ്മുടെ പേരടിച്ചിട്ട് ബ്രാൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വരുന്നു. ആമസോൺ ഈസ് ഓൾസോ സ്റ്റെപ്പിംഗ് ഇൻ ടു ദാറ്റ് മാർക്കറ്റ്. ആ ഒരു മാർക്കറ്റിനകത്ത് ഒരു 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 സെഗ്മെൻറ്റിൽ 4 ഇ-കൊമേഴ്സ് സൈറ്റുകൾ ഞങ്ങൾക്ക് ഓണായിട്ട് ഉള്ള ഇതുണ്ട്. ഇറ്റ് ഹാസ് pretty steady revenue which actually feeds the entire company and a few major players who are using our SaaS platform. അതിന് ആ ഒരു പ്രോഡക്റ്റ് അവർ ഇത് ചെയ്യുന്നു. ആൻഡ് നൗ ഇറ്റ് ഈസ് ടൈം ടു സ്കെയിൽ. നമ്മുടെ ടെക്നോളജി കംപ്ലീറ്റ് ആയിട്ട് ബിൽഡ് ചെയ്തു. ആസ് എ സാസ് പ്രോഡക്റ്റ് കമ്പനി നമുക്ക് ആൾക്കാരുടെ തലയെണ്ണം കൂട്ടിയിട്ടല്ല വലുതാവേണ്ടത്. ഈ ടെക്നോളജി കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മൾ സ്കെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നെക്സ്റ്റ് 2025 ഈസ് ദ ഇയർ ദാറ്റ് വി ആർ ഡിസൈഡിങ് ടു സ്കെയിൽ. ടെക്നോളജി കംപ്ലീഷനായി. അപ്പോൾ ജനുവരി 7 ഞാൻ യുഎസിലേക്ക് പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ വി ഹാവ് ടു വർക്ക് ഔട്ട് ഓൺ ആക്ച്വലി സ്കെയിലിംഗ് ദ പ്രോഡക്റ്റ്. അപ്പോൾ മാർക്കറ്റിനെ കൂടുതൽ മാർക്കറ്റിലേക്ക് റീച്ച് ചെയ്യുക എന്നുള്ളതും കൂടുതൽ രാജ്യങ്ങളിലേക്ക് അതിനെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതുമായിരിക്കും അടുത്ത നെക്സ്റ്റ് 2 ഇയേഴ്സിലേക്കുള്ള പ്ലാൻ. ഓസം, കൊള്ളാം. ഇപ്പോൾ എനിക്ക് ദീപുവിന് എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു 16 കൊല്ലത്തോളമായി ഇൻ ദിസ് ജേർണി. സോ ഐ തിങ്ക് മണി ആണോ ഈസ് മോട്ടിവേറ്റിംഗ് യു ആർ? ഇപ്പോൾ തന്നെ ഇത് ചോദിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ യു ആർ നോട്ട് ഈ കമ്പനി മാത്രമല്ല, ഈവൻ വീക്കെൻഡ്. ഇപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലം വന്ന സമയത്ത് ഈ വീക്കെൻഡ് കുറേ പിള്ളേരൊക്കെ ഉണ്ട്. ഇപ്പം ന്യൂലി ഒരു കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് ദാറ്റ് ഡ്രൈവ് ദാറ്റ് ഇത് കമ്പനി നടത്തുമ്പോൾ വാട്ട് ഈസ് ദാറ്റ് യു മിസ് ഇറ്റ് ഗെറ്റിംഗ് ഇറ്റ് ഹിയർ? ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഒരു കമ്പനിയുടെ ഇതിനകത്ത് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇത്. അപ്പോൾ അതിനകത്ത് നന്നായിട്ട് മിഡിൽ ലെയർ മാനേജേഴ്സിനെ സ്ട്രോങ് ആക്കി ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് സെൽഫ് ഡിറ്റർമിൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീം റൺ ചെയ്യുമ്പോൾ അവിടെ പോയി ആരെയും മൈക്രോ മാനേജ് ചെയ്യേണ്ട കാര്യമില്ല. സോ ദാറ്റ് ഐ ഹാഡ് സം ഫ്രീ ടൈം ആൻഡ് ആ ഒരു ടൈമിനെ എഫക്റ്റീവായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ട്. അവിടെ ഒരു പ്രോബ്ലം നമ്മൾ കണ്ടത്, നമ്മുടെ കൾച്ചറലി നമുക്കിവിടെ ടെക്നോളജി അത്രത്തോളം ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള കൾച്ചറല്ല. 4 വർഷം കോഡ് എഴുതി ടീം ലീഡറായി കോഡിങ് നിർത്തണമെന്ന് ചിന്തിക്കുന്ന പ്രോഗ്രാമേഴ്സ് ഉള്ള നാടാണത്. ഓക്കെ, അപ്പോൾ അവിടെ ഓപ്പൺ സോഴ്സ് കൺസ്യൂം ചെയ്യും, പക്ഷേ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ആൾക്കാരില്ലാത്ത നാടാണ്. ബിക്കോസ് അതൊക്കെ വേറെ ആർക്കൊക്കെയോ മാത്രം പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് ചിന്തിക്കുന്ന മെജോറിറ്റി ഉള്ള സ്ഥലത്ത് ആ മെജോറിറ്റി എന്താണോ ചിന്തിക്കുക അതാണ് അവിടുത്തെ ശരി. അപ്പോൾ ഗ്ലോബലി എല്ലാ രാജ്യത്തിലെയും ഏറ്റവും മികച്ച പ്രോഗ്രാമർ അല്ലെങ്കിൽ ഏറ്റവും മികച്ച തലപ്പത്തിരിക്കുന്ന ഇന്ത്യക്കാരാണെന്ന് പറയുമ്പോഴും ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ചീപ്പ് ആൻഡ് ലോ ക്വാളിറ്റി എന്ന് പറയുന്നൊരു ചിന്ത ഇന്ത്യൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിക്കുണ്ട്. നമ്മൾ ചൈനയിലൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ നല്ല അടിപൊളി മൊബൈൽ ഫോണാണ്, ചൈനയുടേതാണ് എന്ന് പറയുന്ന അതേപോലത്തെ ഒരു നെഗറ്റീവ് ബ്രാൻഡിങ് ഇവിടെ സോഫ്റ്റ്വെയർ ചെയ്യുന്ന സ്ഥലത്ത് അൺഫോർച്ചുനേറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ദ പ്രോബ്ലം ഓഫ് അവർ പീപ്പിൾ. അവരുടെ പൊട്ടൻഷ്യൽ മനുഷ്യരാണ്. ഇവർ പുറത്ത് പോകുന്ന സമയത്ത് ഭയങ്കര ഏറ്റവും ബെസ്റ്റായിട്ട് സൂപ്പറായിട്ട് ഇരിക്കും, പക്ഷേ ഇവിടെ നിൽക്കുന്ന സമയത്ത് അത് ഉണ്ടാവും. അപ്പോൾ ആ ബാഡാസ് പ്രോഗ്രാമേഴ്സ് ആയിരുന്ന സമയത്ത് ഉണ്ടായൊരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, ഞാൻ അമേരിക്കയിൽ പോകുമ്പോൾ അവിടെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ കാണുമ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോയിട്ട്, അതുവരെ 2013 ഞാൻ ഫസ്റ്റ് US എത്തുന്നത്. കസ്റ്റമേഴ്സിനെ കാണുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിട്ട് പോയിട്ട് പറയുമ്പോഴത്തേക്ക് പറഞ്ഞാൽ അവർക്ക് ബാഡാസ് പ്രോഗ്രാമേഴ്സ് ഈസ് ഫ്രം ഇന്ത്യ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് ഐ ആം ഫ്രം ഇന്ത്യ, ഐ ആം ഫ്രം ദ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ഭയങ്കര സന്തോഷമായിട്ട് പറയുമ്പോഴും ഒരു തിരിച്ച് ചെറുമെടുത്ത് ബാഡാസ് പ്രോഗ്രാമേഴ്സ് ചോദിച്ചു എന്താ പ്രശ്നം? ഇപ്പോഴാണ് പറഞ്ഞ് ദാറ്റ് ഈസ് എ ബ്രാൻഡിങ് ഇഷ്യൂ. ബിക്കോസ് അത്രയും നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബ്രാൻഡിങ് ഇന്ത്യയിലാണെന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് എ ഈവൻ ഇഫ് വി പേ ദ ഹയസ്റ്റ് അല്ലെങ്കിൽ അതുപോലത്തെ സാലറിയും കാര്യങ്ങളും കൊടുക്കുന്ന റിസോഴ്സിനെയാണ് നമ്മളോട് നിൽക്കുന്നതെങ്കിൽ പോലും അവിടുത്തെ പെർസെപ്ഷൻ അതാണ്. സോ അത് എന്തുകൊണ്ടാണ് എന്നുള്ള ക്വസ്റ്റ്യനാണ് തിരിച്ച് നാട്ടിൽ വരുന്ന സമയത്ത് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യണം, നമുക്ക് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ പാഷൻ എടുത്ത് കളയുന്ന തരം കൾച്ചർ ഇവിടെ കമ്പനികൾ കോൺടാക്ട്സ് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് തിരിച്ചു പോയി ഞങ്ങളിങ്ങനെ വലിയ ബോർഡൊക്കെ വെക്കും. എന്താണ്, ഡ്രസ് കോഡ് ഈസ് സിമ്പിൾ, ജസ്റ്റ് പുട്ട് യുവർ ക്ലോത്ത്സ്, തുണി കൊടുത്ത് വന്നാൽ മതി. ഇല്ലാണ്ട് ഡ്രസ് കോഡ് എന്തിനാണ്? കാര്യം ഇത്തരം പല പല പോളിസികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ പോയത് ആ ഒരു പ്രതിഷേധത്തിൻ്റെ പുറത്തായിരുന്നു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, കുറച്ച് കമ്മ്യൂണിറ്റി ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് പാഷനേറ്റ് ആയിട്ട് ഉള്ള കുറേ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് സംസാരിക്കാനൊരു വേദിയില്ല എന്ന് പറയുന്ന സാഹചര്യത്തിനകത്ത് അവിടെ അന്ന് കോഫി അറ്റ് DBG എന്ന് പറയുന്നൊരു സംഭവം, ഇൻ 50 hours എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ഇവിടെ പുതിയ ഓഫീസ് തുടങ്ങുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഡ്രൈവ് എന്ന് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ തന്നെ പഠിച്ചിട്ട് വന്നതാണ് എങ്കിൽ എനിക്ക് ആ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്റ്റക്കായി നിന്ന സമയങ്ങളുണ്ട്.
ആ സമയം ഇത് എന്താണ് PHP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PHP എന്താണെന്ന് എൻ്റെ അടുത്ത് തിരിച്ചു ചോദിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഏതോ ഒരാൾ ഞാൻ പിന്നെ എൻ്റെ ഒരു കണക്ട് ചെയ്ത് തന്ന ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു വെബ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നു. അതിൻ്റെ HTTP എന്താണ് വെബ് സെർവർ, എങ്ങനെയാണ് ഒരു ബ്രൗസർ വർക്ക് ചെയ്യുന്നത്, അതിനകത്ത് എന്താണ് ഇങ്ങനെ മനസ്സിലായി കഴിഞ്ഞാലാണ് നമ്മൾ PHP എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റും HTML ഒക്കെ ജനറേറ്റ് ചെയ്തിട്ട് ക്ലയൻറ്റിലേക്ക് അയച്ചു കൊടുക്കുകയും അത് ബ്രൗസറാണ് അത് വരച്ച് കാണിക്കുന്നത് എന്ന് പറയുന്ന രീതിയിലേക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ദാറ്റ് ആക്ച്വലി ചേഞ്ച് മൈ ലൈഫ് ബിക്കോസ് ദാറ്റ് ഗേവ് മീ കോൺഫിഡൻസ് ടു മൂവ് ഫോർവേഡ് വിത്ത് വെബ് ഡെവലപ്മെൻറ്റ്. അതില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനത് വേറൊരു സ്ഥലത്തായിരുന്നു ചെയ്തത്. അപ്പോൾ എൻ്റെ ലൈഫിലേക്ക് അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് എങ്കിൽ അത് എനിക്ക് എത്ര പേരുടെ ലൈഫിലേക്ക് ആവാനായിട്ട് പറ്റും. ബിക്കോസ് ആ ഒരു 30 മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സോ ഒരാൾ എൻ്റെ ലൈഫിൽ സ്പെൻഡ് ചെയ്തതായിരിക്കാം എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഐ ഓൾസോ വാണ്ട് ടു ഗിവ് ബാക്ക് ടു ദ പേയിങ് ഇറ്റ് ഫോർവേഡ് പോലെയാണ്. അതെ. അപ്പോൾ അത് തിരിച്ച് ഞാനാകുന്നു. അപ്പോൾ ഫയർ പോർട്ടേറ്റ് എന്ന് പറയുന്നൊരു സാധനം അങ്ങനെ ഒരുമിച്ച് ആൾക്കാരെ ഒരുമിച്ച് വന്ന് കണക്ട് ചെയ്യാനായിട്ടൊരു സ്ഥലം. അപ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും ഒരു ഇവൻറ്റ് നടത്തണമെങ്കിൽ. പെയ്ഡായിട്ട് മാത്രമേ ഇവൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുന്നൊരു സ്ഥലത്ത് സൗജന്യമായിട്ട് നോളേജ് ഷെയർ ചെയ്യുന്നൊരു കൾച്ചർ നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് ഫയർ പോർട്ടേറ്റ് ഉണ്ടാക്കുന്നത്. ഫയർ പോർട്ടേറ്റ് ഞാൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ പഠിച്ചത്. ആ സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ സംഭവം എവിടെ നിന്ന് കണ്ടെത്തി വന്നതാണ്. അപ്പോൾ അത് യു ഹാഡ് ദ ലൈവ് സ്ട്രീം, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് പല ക്ലാസ്സുകളുണ്ടാവും. ഞാൻ അവിടെ നിന്ന് കാണണ്ടായിരുന്നു, ഈവൻ ദോ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ട് പോലില്ല. ഓക്കെ, സോ അത് വാസ് ഹെൽപ്ഫുൾ ഫോർ മീ. അതാണ് ഞാൻ ദർ ഇസ് എ സം പാർട്ട് ഓഫ് ദ കോർണർ ഓഫ് ദ യൂണിവേഴ്സ് ദാറ്റ് ഈസ് കൺസ്യൂമിങ് ദ കണ്ടന്റ്, ഈവൻ ദ പോഡ്കാസ്റ്റ് ആണെങ്കിലും who might get that fire because of that. അപ്പം kudos to you on that. അപ്പോൾ ആ ഒരു കൾച്ചറിനകത്ത് ഒരു കളക്റ്റീവ് വിസ്ഡം സ്പേസ് ആണ്. അപ്പം വി ഹാവ് എ ലോട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഹിയർ. എല്ലാ സ്ഥലത്തും കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഹ്യൂമൻ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് നമുക്കൊരു സംശയമുണ്ടെങ്കിൽ ആരെടുത്ത് പോയി ചോദിക്കണം എന്ന് പറയുന്നൊരു നെറ്റ്വർക്ക് ഇല്ല. ഇപ്പം സിലിക്കൺ വാലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചർ എന്ന് പറയുന്ന ഓരോ കോഫി ഷോപ്പിലോ ഓരോ സ്ഥലത്തും ഇരുന്ന് ചർച്ച ചെയ്യുന്ന എന്താണ് ആ ഡിസ്കഷനാണ് അവിടുത്തെ കൾച്ചർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ചർച്ച എന്താണ്, ആ ചർച്ചയെ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും? എല്ലാവരുടെയും ചർച്ച നമ്മൾ മാറ്റേണ്ട കാര്യമില്ല. പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ പല സ്ഥലങ്ങളിലുണ്ട് എങ്കിൽ അവരെ ഓരോ കമ്പനിക്കകത്തും സൈഡ് ലൈൻ ചെയ്യപ്പെടും. കാര്യം ഇവൻ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്താൽ ഞങ്ങളെ ബാധിക്കുന്നതാണെന്ന് പറഞ്ഞാൽ അവനെ പുച്ഛിക്കുകയും അവനെ താഴത്തേക്ക് വലിക്കുകയും ചെയ്യുന്നൊരു കൾച്ചർ ഇവിടെയുണ്ട്. അത്തരം ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ കോഫി DBG എന്ന് തുടങ്ങിയത്. പിന്നീട് ഫയ ആവുന്ന സമയത്താണ് ഫയ പോർട്ടേറ്റി എന്ന് പറഞ്ഞ് പെരുമാറുന്ന. ഇപ്പോൾ ഒരു 11 വർഷമായിട്ട് മുടങ്ങാണ്ട് എല്ലാ മാസവും ആദ്യത്തെ ബുധനാഴ്ച കഴിഞ്ഞ ഒരു മാസം എന്ത് നടക്കുന്നു ടെക്നോളജി വേൾഡിൽ നിന്ന് ചർച്ച ചെയ്യും. പിന്നെ ഒരു ട്രെൻഡിങ് ടോപ്പിക്കിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് തുടങ്ങിയത്. ആൻഡ് ഇവൻച്വലി ഒരു 10-30 എഡിഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നാസ്കോം ആക്ച്വലി കെയിം ആൻഡ് അസോസിയേറ്റഡ് വിത്ത് us. അപ്പോൾ ഞങ്ങൾ എന്താ ടോപ്പിക്കെന്ന് തീരുമാനിക്കും. നാസ്കോം ആക്ച്വലി ഏത് സ്പീക്കർ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കും, കൊണ്ടുവരുമെന്ന് പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോവുകയും ചെയ്തു. സോ ദർ ഈസ് നോ അതായത് ഒരു ഒരു എഗ്രിമെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങൾ. ഇറ്റ് ഈസ് അബൌട്ട് ട്രസ്റ്റ്, പീപ്പിൾ ടു പീപ്പിൾ കണക്ഷൻ ആൻഡ് ബിൽഡിംഗ് ദാറ്റ് ഹ്യൂമൻ ഇൻഫ്രാസ്ട്രക്ചർ അക്രോസ് ദ സ്റ്റേറ്റ്. പിന്നെ അത് കൊച്ചിയിലും കാലിക്കറ്റിലും ഒക്കെ എക്സ്പാൻഡായി. അത് ഓരോ മാസവും കഴിഞ്ഞ് വരുന്നവരും കൂടുതൽ ആൾക്കാർ അവിടെ വരുന്നു, പുതിയ കാര്യങ്ങൾ വരുന്നു. അവർക്ക് കാര്യങ്ങൾ എങ്ങനെ പേഴ്സ്പെക്റ്റീവിൽ നോക്കണമെന്ന് മെച്ചപ്പെട്ട രീതിയിലേക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ തിരിച്ച് റെസിപ്രോസിറ്റിയിൽ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അവൈലബിൾ ആവുന്നു. അപ്പോൾ ആ ഒരു കൾച്ചർ ചേഞ്ചാണ് നമ്മൾ കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ ശ്രമിക്കുന്നത്. ആൻഡ് മൈ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും കോർ ടെക്നോളജി പ്രോഡക്റ്റ് ഗ്ലോബലി ഷിപ്പ് ചെയ്യാൻ കഴിയുന്ന സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവുക. ആൻഡ് ഫയ വിൽ ബി വൺ എമംഗ് ദാറ്റ് ആസ് എ ലീഡർ. അത് ഉറപ്പായിട്ടും ഇവിടെ ഉണ്ടാവും. അതേ സമയത്ത് തന്നെ എത്രത്തോളം സ്റ്റാർട്ടപ്പ് കമ്പനികൾ അങ്ങനെ ഗ്ലോബൽ സ്കോപ്പിൽ ബിൽഡ് ചെയ്യാനായിട്ട് കോൺഫിഡൻസ് കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റിയുടെ ഔട്ട്കമായിട്ട് കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് ഐ ഡു നോട്ട് തിങ്ക് ദാറ്റ് ഇപ്പം ജോബ് ഡിസ്പ്ലേസ്മെൻറ്റ്സിനെ കുറിച്ച് പറയുന്നു. കാര്യം ഈ കാര്യങ്ങളുടെ ജോബ് ഇതിൻ്റെ ആൾക്കാർ ഇപ്പോൾ പറയും, അല്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ജോലി എടുക്കും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഈസ് ഗോയിങ് ടു കംപ്ലീറ്റ്ലി ചേഞ്ച്. ഞാനിപ്പോൾ സിംഗുലാരിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഗ്ലോബലി പല ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇന്ത്യയുടെ ഒരു അംബാസഡർ എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദ ഗ്ലോബ്. അപ്പോൾ അതിനകത്ത് വരാൻ പോകുന്ന നെക്സ്റ്റ് 5 ഇയേഴ്സിൽ നമ്മൾ കാണാൻ പോകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ 100 ഇയേഴ്സിനകത്ത് കണ്ട മാറ്റങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു ക്യുമുലേറ്റീവ് ടോട്ടലാണ്. അതായത് ഇന്ന് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ പൂർവികർ നമ്മളെ കാണുകയാണെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് തൊഴും, ദൈവം എന്ന് എഴുതിയേക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്.
ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എവിടെ വേണോ പ്രത്യക്ഷപ്പെടാൻ എനിക്ക് പറ്റില്ലേ? സൂമിലും കോളിലും എല്ലാ ആൾക്കാരും അത് ചെയ്യുന്നുണ്ട്. ലോകത്ത് എന്ത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും നമുക്ക് സെക്കൻഡ്സിൽ എത്താൻ പറ്റില്ലേ? ജീനോമിക്സിലൂടെ നമുക്ക് ഒരാളുടെ ഭാവിയിൽ എന്തൊക്കെ അസുഖങ്ങൾ വരുമെന്ന് പ്രവചിക്കാൻ പറ്റില്ല. സ്പേസിലേക്ക് പോകുന്നില്ല, മഴ പെയ്യിക്കാൻ പറ്റുന്നില്ല. എന്താണോ ദൈവത്തിന് മാത്രം കഴിയുമെന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരാണ് ഇന്നിവിടെ ഉള്ളത്. അത്രയും ഇൻഫർമേഷൻ, അത്രയും പവറും വെച്ചിട്ട് നമ്മളിപ്പോഴും പഴയ ആൾക്കാരുടെ ആ ഒരു ലോകത്തുള്ള ആൾക്കാരെ പോലെ ജീവിക്കുകയാണ്. ശരിക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സെൽഫായിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ക്യാപിറ്റലൈസ് ചെയ്ത് മുമ്പിലേക്ക് പോകാനായിട്ട് ഉപയോഗിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറയുന്നത്, മുമ്പിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഭാവി ഭയങ്കരമായിട്ടുള്ളൊരു പ്രഷർ സിറ്റുവേഷനിലേക്ക് പോകും. കാരണം നേരത്തെ ഞാൻ സർക്കസ് കമ്പനിയുടെ ഉദാഹരണം പറഞ്ഞ പോലെ ഈ സർക്കസ് കമ്പനി പൂട്ടിക്കഴിഞ്ഞാൽ ഈ സിംഹത്തിനെയും പുലിനെയും എല്ലാത്തിനെയും കാട്ടിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 10 ദിവസം അത് സർവൈവ് ചെയ്യുമോ? സ്വന്തമായിട്ട് ഇര പിടിക്കാൻ അറിയാത്തത് കൊണ്ട് അവിടുത്തെ നരി പൂച്ച ബാക്കി എന്ത് സാധനം ആരും സ്വന്തമായിട്ട് ഇര പിടിക്കാൻ അറിയായിരിക്കും. പക്ഷേ ഇത് സിംഹമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇര പിടിക്കാൻ അറിയില്ല. നമ്മൾ ഈ കുട്ടികളെയും ഇവരെ എല്ലാവരെയും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് ആ ഒരു സ്കില്ലില്ലാണ്ടാക്കുകയാണ്. സോ ആക്ച്വലി അവരെ അത്തരം സ്ഥലത്തേക്ക് എക്സ്പോസ് ചെയ്ത് കൊടുക്കുക. ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ഫറബിൾ സ്കിൽസ്. എവിടെ വേണോ അപ്ലൈ ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഉള്ള കഴിവ്, ചുറ്റും കൊളാബറേറ്റ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ആവശ്യം. ഇത് മാത്രം മതി. കാര്യം നോളേജ് ആൻഡ് ഇൻഫർമേഷൻ ഈസ് ഫ്രീലി അവൈലബിൾ ആൻഡ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് വിസ്ഡമായിട്ട് നമ്മുടെ കയ്യിലേക്ക് തരുന്ന ChatGPT പോലുള്ള സ്ഥലങ്ങളിൽ. ഇന്ന് ഒരു സ്കൂളിൽ പോയ സമയത്ത് കുട്ടികൾ പറയണം ChatGPT ഉപയോഗിക്കരുതെന്ന് പറയും. അത് സിന്നാണ്, ഞങ്ങളുടെ പാപമാണ്, നമ്മുടെ ജീവിതത്തിനെ നശിപ്പിക്കുമെന്ന് പഠിപ്പിച്ച് വെച്ചേക്കുക കുട്ടികളെ. ഒന്ന് ആലോചിച്ച് നോക്കുക, ടെക്നോളജി ഇവോൾവ് ചെയ്ത് പോകുന്ന ഓരോ കാലഘട്ടങ്ങളിലും ഇതേ സാധനം ഉണ്ടായിട്ടുണ്ട്. സയൻസിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ സയൻസിനെ കുറിച്ച് പറയും, ഭൂമി ഉരുണ്ടതാണ് പറയുന്ന ആളിനെ ഇത് ചെയ്യുന്ന രീതിയിൽ ഇവിടെ കേരളത്തിൽ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ തന്നെ ബാൻ ചെയ്തിട്ടില്ലേ? അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആ ഒരു ടെക്നോളജിയെ അവേഴ്സ് ചെയ്യാൻ, അതിനെ പിടിച്ചു നിർത്താനായിട്ട് അല്ലെങ്കിൽ അത് മോശം പറയാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, നിങ്ങളത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഈ മാറ്റം അവിടെ സംഭവിച്ചിരിക്കും. ഈ മാറ്റം നിങ്ങൾ ഫേസ് ചെയ്തേ പറ്റൂ. ആൻഡ് നമ്മളിപ്പോൾ പണ്ടത്തെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ ഒരു ഉദാഹരണം എടുക്കാം. VCRൽ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർ, അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വലിയ മാറ്റം വന്നു, CD മാറി. എല്ലാവരും CD പ്ലെയറും സാധനങ്ങളൊക്കെ വെച്ച് CD റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു ഭയങ്കര ചേഞ്ച് ഉണ്ടായി. ഇന്ന് ഈ സാധനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ? യു ഹാഡ് സീൻ ദാറ്റ്. അത്തരം സാധനം CD ഡ്രൈവ് എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ പോലും ഇല്ലാത്ത രീതിയിലേക്കുള്ള ചേഞ്ച് ഉണ്ടായില്ലേ? അപ്പോൾ ഈ കൺവേർജൻസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ലക്ഷറി ഉണ്ടായിരുന്നു. അതൊരു 10 വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞിട്ട് അടുത്ത സാധനം ഉണ്ടാകും. അടുത്തൊരു 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും CD ഇല്ലാണ്ടായത്. ആ ലക്ഷറി ഇനിയുള്ള ചേഞ്ചസിൽ ഉണ്ടാവില്ല. സോ അൺപ്രസിഡൻറ്റഡ് ആയിട്ട് എക്സ്പൊണൻഷ്യലി ഒരു കർവിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കുക, അതിന് വേണ്ട സ്കിൽ സെറ്റ് വെച്ച് പ്രിപ്പയർ ആയിരിക്കുക. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു ഡു. ആൻഡ് നെക്സ്റ്റ് ജനറേഷൻ കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വേൾഡ് എന്ന് പറയുന്നത് ആ ഒരു ഭാവിക്ക് വേണ്ടിയിട്ടായിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് ടുവേർഡ്സ് എ വേൾഡ് ദാറ്റ് വി ഹാഡ് സീൻ ബിഫോർ. പഴയ അവർക്ക് ഒരിക്കലും ഉണ്ടാവാൻ പോകാത്ത ഒരു ലോകത്തിലേക്ക് ChatGPT ഉപയോഗിക്കരുത്, ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുക എന്ന് പറയുന്നതും മെമ്മറി ബേസ്ഡ് ആയിട്ട് പരീക്ഷ നടത്തിയിട്ട് മാർക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റം, ആ സിസ്റ്റം ബ്രോക്കൺ ആണ്. അത് ബ്രേക്ക് ചെയ്തേ പറ്റൂ. കാര്യം പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ അത് ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. ബിക്കോസ് സ്കില്ല് എന്ന് പറയുന്ന റിട്ടയർമെൻറ്റ് വരെ ആ ജോലി ചെയ്ത് റിട്ടയർ ആവാൻ പറ്റുന്ന എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഷെൽഫ് ലൈഫ് ഓഫ് സ്കിൽ ഈസ് ഷ്രിങ്കിങ്. ആ ചെറിയ ഷെൽഫ് ലൈഫിൽ അങ്ങനെ റെപ്പറ്റീഷൻ പഠിപ്പിച്ച് കൊടുത്തിട്ട് വിടാൻ പറ്റുമോ? അപ്പോൾ അവർ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നൊരു വേൾഡിൽ ഇന്ന് നമ്മൾ ജോലികളായിട്ട് കാണുന്ന പല ജോലികളും എക്സിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അവർ സോൾവ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഇന്ന് പ്രോബ്ലമായിട്ട് പോലും ചിലപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ആൻഡ് ആ വേൾഡിലേക്കാണ് ഇവർ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരിക്കലും നമ്മുടെ പാരൻസിനോട് എനിക്ക് പറയാനായിട്ടുള്ളത്, അവർ അത്രയും പൊട്ടൻഷ്യലുള്ള ഇതുവരെ കണ്ട ജനറേഷനിൽ ഏറ്റവും പൊട്ടൻഷ്യലുള്ള ജനറേഷനാണ് ഇന്നത്തെ ജനറേഷൻ. അവരെ നമ്മുടെ പല ഇൻഹിബിഷൻസും പഴയ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്ത കാര്യങ്ങൾ കാരണം അവർ അത് തെറ്റുണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ തടഞ്ഞിടാൻ ശ്രമിക്കുകയാണ്. അവർക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോരുത്, ഇന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് അത് തടഞ്ഞിടാൻ ശ്രമിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദേ ഹാവ് ദ പൊട്ടൻഷ്യൽ, ദേ ഹാവ് മച്ച് മോർ വേൾഡ് നോളജ് ദാൻ വാട്ട് വി ഹാവ് ടുഡേ, മച്ച് മോർ കേപ്പബിലിറ്റീസ് ദാൻ വാട്ട് വി ഹാവ് ടുഡേ.
അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്നതിനേക്കാളും കേപ്പബിലിറ്റീസ് ഉണ്ട്. മിസ്റ്റേക്കുകൾ ചെയ്ത് പഠിക്കേണ്ട ഒരു ലോകത്താണ് അവർ നിൽക്കുന്നത്. കാര്യം നമ്മൾ ജീവിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഭയങ്കര വലിയ പ്രശ്നമായിരുന്നു. കാര്യം നമ്മളൊരു ഒരു ഫിലിം ക്യാമറയിൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ആയിപ്പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമുക്ക് നഷ്ടമാണ്. ഇന്ന് ടബേ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് എടുത്ത് കളിക്കാം. കാര്യം എന്താ, ജസ്റ്റ് എഡിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് സ്മഡ്ജ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് പറയുന്ന ആ രീതിയിലേക്ക് അത്രയും മിസ്റ്റേക്ക് പറ്റുന്ന അവിടെ ഒരു പ്രശ്നമല്ല. നമ്മൾ പേന കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മിസ്റ്റേക്ക് പറ്റുന്ന പ്രശ്നമായിരുന്നു. ഇന്ന് ഡിജിറ്റലി അതിന് എന്തെങ്കിലും അതുണ്ടോ? അപ്പോൾ മിസ്റ്റേക്ക് പറ്റുന്നത് പ്രശ്നമല്ല. മിസ്റ്റേക്ക് പറ്റി പഠിച്ച് പോകണം, എക്സ്പീരിയൻഷ്യലായിട്ട് ലേൺ ചെയ്ത് പോകേണ്ട ഒരു വേൾഡിനകത്ത് മിസ്റ്റേക്ക് പറ്റാണ്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ദേ ഹാവ് ടു ഗെറ്റ് ത്രൂ ദാറ്റ് എക്സ്പീരിയൻഷ്യൽ ഫെയിലേഴ്സ്. തോൽക്കാൻ പഠിക്കണം, ഫെയിലിയറിനെ ഫേസ് ചെയ്യാൻ പഠിക്കണം. ബി റെഡി ടു ബി റിഡിക്യൂൾഡ്. നമ്മൾ ആൾക്കാർ കളിയാക്കും പുച്ഛിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സ്കില്ലുകൾ പുറത്ത് കാണിക്കാണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് മാർക്ക് മാത്രം വാങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നൊരു കൾച്ചറിൽ നിൽക്കുന്ന സമയത്ത് ഫ്യൂച്ചറിലേക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർഡ് ആവില്ല. നിങ്ങൾ പ്രിപ്പയർഡ് ആവേണ്ടത് ആ വേൾഡിലേക്കാണ് എങ്കിൽ എന്ത് നമ്മുടെ മുന്നിലേക്ക് വരുന്നോ അതിനെ അഡാപ്റ്റ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആൾക്കാരുടെ മുമ്പിൽ കാണിച്ച് അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവണം. അപ്പോൾ ആ ഒരു വേൾഡിലേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് ശരിക്കും ന്യൂ ലേൺ എന്ന് പറയുന്ന ഒരു കാര്യം സ്റ്റുഡൻസിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ വന്നത്. അപ്പോൾ ഫയർപോർട്ടിൻ്റെ ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്തു. 10,000 to 20,000 പീപ്പിൾ ഹാസ് ബീൻ പാർട്ട് ഓഫ് ദാറ്റ്. പക്ഷെ അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വന്ന് നിൽക്കുന്ന പല ആൾക്കാരും ഇവിടെ വരേണ്ടിയിരുന്നവരല്ല. ഇൻഡസ്ട്രിയിൽ വന്ന് നിന്നിട്ട് അവർ നോക്കുമ്പോൾ അവർക്ക് വേറെ എന്തൊക്കെയായിരുന്നു താല്പര്യം. പക്ഷേ ഞങ്ങൾ ഇവിടെ ഒന്ന് പെട്ടുപോയി എന്നാണ് അവർ പറയുന്നത്. ഞങ്ങളുടെ ലൈഫ് ഹാപ്പിയല്ല. നമ്മുടെ ഒരു ജീവിത കാലഘട്ടത്തിൻ്റെ മെജോറിറ്റി നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ജോലി സ്ഥലത്ത് തന്നെയാണ്, അല്ലേ? അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ നമുക്കിനി എവിടെയാണ് സന്തോഷം കിട്ടുക? അപ്പോൾ എപ്പോഴാണ് അത് സന്തോഷം കണ്ടെത്താൻ കഴിയുക? എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എനിക്ക് സ്കില്ലുള്ള മേഖലയിൽ എനിക്ക് വരുമാനം ഉണ്ടാകുന്ന ജോലി ഉണ്ടാവുകയും അതിനകത്തൊരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ഔട്ട്കം ഒരു പർപ്പസിലേക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്ന സമയത്താണ് എനിക്ക് സന്തോഷം ഉണ്ടാവുക. അത് കണ്ടെത്താനായിട്ട് സഹായിക്കുകയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും പാരൻസും ടീച്ചേഴ്സും ഒക്കെ ചെയ്യേണ്ടത്. ഒരു വിത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിത്ത് മുളച്ച് വരുന്നത് എന്താണ്? ഒരു ചെടിയുടെ ഒരു കാര്യം ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫാമിങ്ങിൻ്റെ ഒരു ഇതായിട്ടൊന്ന് ചിന്തിച്ചു. ഒരു വിത്ത് മുളച്ച് വരുന്നത് അത് എന്താണോ അതിൻ്റെ അതിൻ്റെ വിത്തായിട്ടാണ് സ്പ്രൗട്ട് ചെയ്ത് വരുന്നത്, അല്ലേ? നമ്മളിവിടെ എന്താ ചെയ്യണേ? ഫാക്ടറിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു അസംബ്ലി ലൈൻ മോഡലിനെ എടുത്ത് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് അതിനകത്ത് കുറേ വിത്തുകൾ ഒരുമിച്ചിട്ടിട്ട് ഒരേ തരം ആൾക്കാരായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുകയാണ്. എന്നിട്ട് ആ അസംബ്ലി ലൈനിൽ കുറേ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നു, പുറത്ത് വരുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, പോകുന്നു, എടുക്കുന്നു, ഇപ്പുറത്തേക്ക് ഇടുന്നു. ദേ ആർ നോട്ട് സ്പ്രൗട്ടിങ് ഔട്ട് ഓൺ വാട്ട് ആക്ച്വലി ദേ ആർ. അവർ എവിടെ ബിലോങ് ചെയ്യുന്നു അവിടേക്കായിരിക്കില്ല അവർ സ്പ്രൗട്ട് ചെയ്തത്. അതിന് ഒരിക്കലും അവർക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റില്ല. ഹ്യൂമൻ ഫ്ലറിഷസ് ഓർഗാനിക്കലി, നോട്ട് മെക്കാനിക്കലി. ആ ഓർഗാനിക്കായിട്ട് ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു വിത്ത് മുളയ്ക്കുന്നത് എപ്പോഴാണ്? ശരിയായിട്ടുള്ളൊരു എൻവിറോൺമെൻറ്റിൽ കൊണ്ടുവന്നത് ഇടുമ്പോഴാണ്, പെട്ടിക്കകത്ത് അടച്ചു വെച്ചാലല്ല. അപ്പോൾ നമ്മളൊരു കർഷകനെ പോലെ ചിന്തിക്കുകയും അതിൻ്റെ ചുറ്റുമുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഒരു സ്കൂളായിക്കോട്ടെ, ആ ഒരു എൻവിറോൺമെൻറ്റ് എന്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം? അതിന് മുളയ്ക്കാൻ പറ്റുന്ന വിത്തും വളവും വെള്ളവും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ മതി. ആ വിത്ത് തന്നെത്താനെ അതിൻ്റെ എന്താണെന്ന് വിത്തിനെ ഐഡൻറ്റിഫൈ ചെയ്ത് വരാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. സോ ഹ്യൂമൻസ് ഫ്ലറിഷസ് ഓർഗാനിക്കലി. അതിന് വേണ്ട സാഹചര്യം ഒരുക്കുകയാണ് ഇന്നത്തെ ഓരോ അധ്യാപകരുടെ റെസ്പോൺസിബിലിറ്റി, ഓരോ പാരൻസിൻ്റെയും റെസ്പോൺസിബിലിറ്റി. ആൻഡ് അങ്ങനെ ഫ്ലറിഷ് ചെയ്ത് വരുന്നവർക്ക് ഗ്ലോബലി വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം വെൽത്ത് എന്ന് പറയുന്നത് ഒരു പരമ്പരാഗതമായിട്ടോ അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് ജയിച്ചവർക്കോ മാത്രം കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്നത്തെ ടോപ്പായിട്ടുള്ള ബില്യണേഴ്സ് എല്ലാവരും ഫസ്റ്റ് ജനറേഷൻ ബില്യണേഴ്സാണ്. ഓൺലി ഡിഫറൻസ് ഈസ് അവർക്ക് കൃത്യമായിട്ടുള്ള ടെക്നോളജി, കൃത്യമായിട്ടുള്ള നെറ്റ്വർക്ക്, ഈ ആക്സസ് അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ആക്സസ് അവർക്ക് കൊടുക്കുക. ഓരോ ആൾക്കാരെയും സ്പ്രൗട്ട് ചെയ്യാനായിട്ട് അനുവദിക്കുക, അതിന് റൈറ്റ് ആയിട്ടുള്ള ആക്സസ് കൊടുക്കുകയാണെങ്കിൽ ഓരോ ആൾക്കാർക്കും ബില്യണേഴ്സ് ആവാൻ പറ്റുന്ന ഒരു വേൾഡിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ദീപ് നമ്മുടെ KPH മാഫിയ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഭാഗമാണല്ലോ. അപ്പോൾ KPHനെ പറ്റി 2 വാക്ക്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിനകത്ത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ടെക്നോളജി പ്രോഡക്റ്റുകൾ ബിൽഡ് ചെയ്ത് പോകണമെങ്കിൽ അത്തരം പ്രോഡക്റ്റുകൾ ബിൽഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ആൾക്കാരുടെ ലക്ഷ്യം സർക്കാരിൻ്റെ നിന്ന് 2 ലക്ഷം രൂപ മറ്റേ ഗ്രാൻഡായിട്ട് വാങ്ങാൻ വേണ്ടി സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ടെക്നോളജി എന്ന് അറിയില്ല, പക്ഷേ എനിക്ക്
ലോക്കലി കണ്ട കടയുടെ പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോമൺ പ്രോബ്ലംസ് എടുത്തിട്ട് സ്റ്റാർട്ടപ്പുകൾ ബിൽഡ് ചെയ്ത് ഇറങ്ങുന്ന ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ഏറ്റവും ഫിൽറ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരെ, ക്വാളിറ്റി ആയിട്ടുള്ള ആൾക്കാരിലേക്ക് പരസ്പരം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂറേറ്റഡ് ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് കേരള പ്രോഡക്റ്റ് ഹണ്ടിൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാര്യം ഒരുപാട് ടൈം വേസ്റ്റേഴ്സ് ഇല്ല, ഒരുപാട് അനാവശ്യമായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് അനാവശ്യമായിട്ടുള്ള ചർച്ചകളില്ല. ഓരോ സ്റ്റാർട്ടപ്പും എന്താണ് അവർക്ക് വേണ്ടത് ആ റൈറ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്താണ് വേണ്ടത് വളരെ ക്രിസ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരല്ല, അവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് ഗ്ലോബലി എൻ്റർപ്രൈസസ് ബിൽഡ് ചെയ്തിട്ടുള്ള ഫൗണ്ടേഴ്സാണ്. അത്തരം ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കേരളത്തിന് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ബിക്കോസ് നമ്മൾ പറഞ്ഞു നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ ആവറേജാണ് നമ്മളെന്ന് പറയുമ്പോൾ ഏറ്റവും മികച്ച ആൾക്കാരെ ക്യൂറേറ്റ് ചെയ്ത് അതിനകത്തേക്ക് കൊണ്ടുപോകാനൊരു മെക്കാനിസം കൊണ്ട് അങ്ങനെ വന്ന ആൾക്കാരെ അവർക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണെന്നുള്ളത് സോൾവ് ചെയ്ത് കൊടുത്ത് അവരെ മെച്ചപ്പെട്ട് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ളൊരു കാര്യമുണ്ട്. ആൻഡ് തേർഡ് വൺ, അങ്ങനൊരു കാര്യം നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തിട്ട് അവരെ സക്സസ്ഫുൾ ആയിട്ട് എത്തിക്കാനായിട്ട് വേണ്ടൊരു സപ്പോർട്ട് മെക്കാനിസം ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് കേരളത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആക്ടിവിറ്റീസിനകത്ത് ഞാൻ കണ്ടിട്ടുള്ള ദീപ ആക്ച്വലി ഒരു മീറ്റപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മീറ്റപ്പ് എങ്ങനെയുണ്ടായിരുന്നു? അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് ക്വാളിറ്റി ഓഫ് ഓഡിയൻസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ ഡിസ്കഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് ദാറ്റ്, അതാണ് അതിൻ്റെ ഏറ്റവും സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. ആൻഡ് അത് ശരിക്കും അടുത്തൊരു നെക്സ്റ്റ് 5 years എടുത്ത് നോക്കുകയാണെങ്കിൽ, നെക്സ്റ്റ് 5 years ഒന്നും പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നെക്സ്റ്റ് 2 years കഴിയുന്ന സമയത്ത് നമുക്ക് കേരളത്തിനകത്ത് നിന്ന് സ്പ്രൗട്ട് ചെയ്ത് വരുന്ന ഗ്ലോബലി പോയിട്ടുള്ള ടെക്നോളജി പ്രോഡക്റ്റ് സ്റ്റാർട്ടപ്പുകളും ഏറ്റവും കൂടുതലും മെജോറിറ്റിയും കോൺട്രിബ്യൂട്ട് ചെയ്തത് കേരള പ്രോഡക്റ്റ് ഹണ്ട് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ആയിരിക്കും. ദാറ്റ് ഐ എം ഷുവർ. ആൻഡ് ദെൻ ഹാറ്റ്സ് ഓഫ് ടു യു ഫോർ പ്ലാനിങ് ഫോർ സച്ച് എ അമേസിംഗ് തിങ്. Yes, thanks so much for the kind words. It means a lot coming from Deepa as well and going through the journey. Thanks a lot. അപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റിൽ യൂഷ്വലി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഏതൊരു ഫൗണ്ടറിൻ്റെയും ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്സ്. നമ്മൾ ഈ വെൽത്തിന് വേണ്ടിയാണ് കുറേയൊക്കെ നമ്മൾ കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ഈ ഹെൽത്തും റിലേഷൻഷിപ്സ് എങ്ങനെയാണ് യൂഷ്വലി ഇപ്പോൾ ദീപായാലും ഫിറ്റ് ആയിരിക്കുന്നുണ്ട്, അപ്പോൾ ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? കരോട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ ഉണ്ടോ? ഞാൻ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു ശരീരമുള്ളൊരു മനുഷ്യനായിരുന്നു. അതായത് പിന്നെ ഇപ്പം ഇതായിട്ട് വരുന്ന സമയത്ത് എൻ്റെ ഏർലി ഏജിനകത്ത് എനിക്ക് ശരിക്കും ഒരു ബോളെടുത്ത് നേരെ നന്നായിട്ട് ത്രോ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ പുറത്ത് നിർത്തിയിരിക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ സ്കൂളിംഗ് ടൈമിലൊക്കെ. ബിക്കോസ് എനിക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആക്ച്വലി ഐ ഗോട്ട് എ ചാൻസ് അവിടെ ഒരു കരാട്ടെ ക്ലാസ് വരികയും ആ കരാട്ടെ ക്ലാസ്സിലേക്ക് ഞാൻ ചെന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തു. 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലോട്ട് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, ഈ ഇങ്ങനെ ഇരിക്കുന്ന നീ ഇവിടെ കരാട്ടയിൽ ഒരു 6 മാസം തയ്ച്ച് പോവില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന ബുള്ളിങ് ഒരുപാട് നേരിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചിലപ്പോൾ എന്നെക്കൊണ്ട് നടക്കുന്നില്ല, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇതാണ്, നീ ഇത് 6 മാസം പോവില്ല എന്നാണ്. ആൻഡ് ഇവൻച്വലി അത് ഓരോ ഇതായിട്ട് മുമ്പിലേക്ക് പോയിട്ട് ഞാനൊരു 6 വർഷം കഴിഞ്ഞ സമയത്ത് ആദ്യമായിട്ട് ബ്ലാക്ക് ബെൽറ്റ് എടുക്കുന്നത് ആയിരുന്നു. അതിനുശേഷം പിന്നെ ഒരു 2 കരാട്ടെ ക്ലാസ്സൊക്കെ ഇടുന്നുണ്ട്. ഈ പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ ഇത് ബാംഗ്ലൂരിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എനിക്ക് അവിടെ 2 കരാട്ടെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കോറായിട്ടുള്ള പല സ്ഥലങ്ങളിൽ ഈ പെർസെവറൻസ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കിയ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു മാർഷ്യൽ ആർട്സ് എന്ന് പറയുന്നൊരു എക്സ്പോഷർ തന്നെയായിരുന്നു. ബിക്കോസ് നമുക്ക് ഒരു കാര്യം ചെയ്തു പോകാൻ നേരം നമുക്ക് വരുന്നൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. അത് നമ്മുടെ ഒരു ഹെൽത്ത് അതിന് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അപ്പോൾ അത് ഒരുപാട് വർഷം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ബാംഗ്ലൂർ പോയി അവിടെ ആ ഒരു IT അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതിലേക്കായിട്ട് പോകുന്ന സമയത്ത് പിന്നെ അതിനകത്തുനിന്ന് മൊത്തത്തിൽ ഡിസ്കണക്റ്റഡ് ആയിരുന്നു. ദെൻ കെയിം ബാക്ക് ഒരു 4-5 വർഷം മുമ്പ് തിരിച്ച് എനിക്ക് ആ ഒരു മാർഷ്യൽ ആർട്സും എൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുകയും അപ്പോൾ വെയിറ്റൊക്കെ ഓവർ വെയിറ്റായി ഇങ്ങനെ പോകുന്ന സ്ഥലത്തുനിന്ന് ഒരു തിരിച്ച് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. വീണ്ടും ഇപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ദീപിൻ്റെ ഒരു ഡേ ടു ഡേ മോർണിംഗ് ലൈഫ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മോർണിംഗ് ഒരു 5:30 ഒക്കെ ആകുന്ന സമയത്ത് ഇത് ചെയ്യും. അപ്പം ഞാനെപ്പോഴും ചെയ്യാന്ന് പറയുന്നത് എന്നെ തന്നെ ഐ വിൽ പുട്ട് ഇൻ ടു സിറ്റുവേഷൻസ് വെർ ഐ ഹാവ് ടു ബി ഡിസിപ്ലിൻ. കാര്യം ഒട്ടും ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ തീർത്തും ആ ഒരു ഫ്ലോയിൽ പോവുക എന്ന് പറയുന്ന സാധനത്തിൽ ഇപ്പോൾ മിക്കവാറും രാത്രികളിൽ ചർച്ച രാവിലെ 2 മണി 3 മണി 5 മണി വരെ പോകുന്ന ആരൊക്കെയാണോ എൻ്റെ ചുറ്റും ഇരിക്കുന്ന അവരുമായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകുന്ന ഒരു ഫ്ലോ ആയിരുന്നു എൻ്റെ ലൈഫിനകത്ത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഡിസിപ്ലിൻ ആവാനായിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് ചുറ്റുമെട്ടും നമ്മൾ ഒരുപാട് പേര് ഒരുമിച്ച് ചേർന്നിട്ട് നമുക്കെങ്ങനെ
വിത്ത് എക്സാമ്പിൾ വാട്ട് ഈസ് യുവർ കറന്റ് ഇപ്പോഴത്തെ രാവിലെ ഇപ്പോൾ എടുക്കാൻ നമുക്കൊരു ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഫോർ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഡിസിപ്ലിൻ ഉണ്ടാവുന്നത്. അപ്പോൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇപ്പം വെള്ളം കുടിക്കുക, 1 ലിറ്റർ വെള്ളം കുടിക്കണം, അത് കഴിഞ്ഞിട്ട് പുസ്തകം വായിക്കണം, ആൻഡ് ദെൻ ജിമ്മിൽ പോകുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പം ഞാൻ കഴിഞ്ഞൊരു കുറച്ച് മാസങ്ങളായിട്ട് ആ ഒരു കൾച്ചറിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ കോൺഷ്യസ് ആയിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. കാര്യം നമ്മൾ അന്ന് മീറ്റിനെ ഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത്തരം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ ഇടയിലേക്ക് ഞാൻ നോയിങ് ആയിട്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യും. അവരുടെ ഒരു ഡയറക്ഷനിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ കറക്റ്റായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്, ഒരു ട്രെയിനറും ഉണ്ട്. സോ ആൻഡ് ദെൻ ഓഫീസ് വരുന്നു, വൈകുന്നേരം പോകുന്നു. സമയത്തിൽ ഉറങ്ങണം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് എനിക്കിപ്പോഴും പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റാത്തത്. കാര്യം എന്തായാലും 12 മണി കഴിയാണ്ട് വീട്ടിലെത്തി ഉറങ്ങാനായിട്ട് പറ്റുന്നൊരു സിറ്റുവേഷൻ ഇല്ല. ബിക്കോസ് ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് അതിനെ സ്ട്രീം ലൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ പരമാവധി ഇപ്പോൾ നേരത്തെ ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങുക എന്ന് പറയുന്ന ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇത്രയും കാലം അങ്ങനെ ഒരു ഉറക്കത്തിൻ്റെ ഒരു പ്രോബ്ലമാണ് എനിക്ക് ബേസിക് ആയിട്ടുള്ളത്. പിന്നെ റിലേഷൻഷിപ്സിനെ പറ്റി പറയാനാണെങ്കിൽ ലൈക്ക് ഈ കമ്പനി ബിസി ആയിട്ടുണ്ടെങ്കിൽ ഈവൻ വീക്കെൻഡ്സ് ഈ ന്യൂലറിൻ്റെ പിന്നാലെ പോവാണ്. സോ ഡു യു ഗെറ്റ് ദ ടൈം ടു, അല്ലെങ്കിൽ ഇത് ചോദിക്കുന്നത് എനിക്കും ഒരു ക്യൂരിയോസിറ്റിയാണ്. അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക് വൈഫുണ്ട്, മകനുണ്ട്. അപ്പോൾ അവരുമായിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. സോ വി വിൽ ബി ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് ബി പ്രസൻറ്റ് ഇൻ ദാറ്റ് പ്ലേസ്. അപ്പോൾ ഇപ്പം പിന്നെ ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ഒരാഴ്ചയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു പരിചയമില്ലാത്ത കുറേ ആൾക്കാരെ വെച്ചിട്ടാണ് ഇപ്പോൾ 40,000-ഓളം കുട്ടികൾ മ്യൂലറിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്തേക്ക് വരുന്ന സമയത്ത് അത് മൊത്തം ഡ്രൈവ് ചെയ്ത 100ഓളം പരസ്പരം പരിചയമില്ലാത്ത പല സ്വഭാവക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ്. ഇവരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നതൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാവണം. ആൻഡ് അത് നമ്മൾ ഉള്ളിൽ നിന്നും ഓണസ്റ്റായിട്ടും ജെന്യുവനായിട്ടും ആയിരിക്കണം ഓരോ കോൺവെർസേഷൻസ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഓരോ ആൾക്കാരെയും പരിചയപ്പെടുന്ന സമയത്ത് അത് ഏറ്റവും ഭയങ്കര പ്രധാനപ്പെട്ട ആളായിരിക്കും. ഇപ്പോൾ മിനിസ്റ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ വലിയ ഉദ്യോഗസ്ഥരായിരിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന, ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കാമെങ്കിൽ പോലും അവർക്ക് എന്താണോ വൈ ഡിഡ് ദേ കം ടു മീ, അവർക്ക് ആ കാര്യങ്ങൾ പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് ഒരു ക്വാളിറ്റി ടൈം ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. ആൻഡ് ബൈ ദാറ്റ് വേ എ ലോട്ട് ഓഫ് കണക്ഷൻസ് ദാറ്റ് ഐ ഹാവ് എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ ഒരു ആളിനെ നമ്മൾ കാണുമ്പോൾ തിരിച്ച് വീണ്ടും കാണുന്ന സമയത്ത് ആ ഒരു വാംത്ത് ഉണ്ടല്ലോ, ആ ഒരു സ്നേഹം എനിക്ക് തിരിച്ചും കിട്ടാറുണ്ട്. ആൻഡ് മ്യൂലേൺ ആയിക്കോട്ടെ, ഫയാപ്പോട്ടേറ്റി ആയിക്കോട്ടെ, ഇന്ന് ഞാൻ അച്ചീവ് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും എനിക്ക് തന്നിട്ടുള്ളത് അങ്ങനത്തെ ഒരു റെസിപ്രോസിറ്റിയാണ്. ആ ഒരു സ്നേഹം തിരിച്ചു തരുന്ന ഒരു കൂട്ടം ആൾക്കാർ എനിക്ക് ചുറ്റുമുള്ളത് കൊണ്ടാണ്. ദീപു ഇപ്പോൾ എന്താ പറയുക വായിക്കുന്ന ബുക്സ് വായിക്കാൻ കൂട്ടത്തിലാണ്, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയാണ് ദീപുവിൻ്റെ ഒരു ഗോ ടു സോഴ്സ് ഓഫ്? കാര്യം ഞാൻ ലേണിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, ഞാൻ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുസ്തക വായനയേക്കാൾ കൂടുതൽ ഞാൻ ലിസൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ പുസ്തകങ്ങളുണ്ടെങ്കിൽ ഈ പുസ്തകങ്ങൾ ഓരോന്നിനകത്തുള്ള കോൺടെക്സ്റ്റിനകത്ത് എന്താണോ നമ്മൾ എടുക്കേണ്ടത് അതാണ് നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ജിമ്മിലാണെങ്കിലും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ഞാൻ പോഡ്കാസ്റ്റുകളാണ് കേൾക്കാറുള്ളത്. ഇപ്പോൾ പിന്നെ എൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാണോ അത് ഓരോന്നായിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും ക്വാളിറ്റി ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസോഴ്സ് എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്ക് ടൈം സ്പെൻഡ് ചെയ്ത് ചെറിയ കാര്യങ്ങളായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം ഒറ്റ ദിവസം കൊണ്ട് ആവത്തില്ലല്ലോ. അപ്പോൾ ഓരോ ചെറിയ എലമെൻറ്റ്സ് എടുക്കും, ആ എലമെൻറ്റ്സിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, സെൽഫ് ഹെൽപ്പ്, അങ്ങനത്തെ കൂടുതലും പുസ്തകങ്ങളാണ് ഞാൻ. ഏതെങ്കിലും കുറച്ച് ബുക്സ് ഫോർ ഓഡിയൻസ് ഹു മൈറ്റ് ബി ഇൻട്രസ്റ്റഡ് ടു സ്റ്റാർട്ട് ദിസ് ജേർണി, ഏതെങ്കിലും ബുക്സ് റെക്കമെൻഡ് ചെയ്യാം? ഒന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ ഹുബർവൻ സീരീസിൻ്റെ പോഡ്കാസ്റ്റുകൾ ഞാൻ ഇതായിട്ട് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ബുക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗ്രിറ്റ്, ഫ്ലോ എന്ന് പറയുന്ന ബുക്സ് ഉണ്ട്. ഫ്ലോ ഈസ് സംതിങ് ലൈക്ക് നമ്മളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ആ ഒരു ഫ്ലോ സ്റ്റേറ്റിലിരിക്കുന്ന സമയത്ത്, നമ്മൾ ഇമേഴ്സീവായിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് എന്തിലോ ആയിക്കോട്ടെ അവിടെയാണ് നമ്മുടെ ഹാപ്പിനെസ്. അപ്പോൾ ഫ്ലോ ഈസ് എ വെരി ഗുഡ് ബുക്ക്. ഗ്രിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തൊക്കെ തടസ്സങ്ങൾ അവിടെ വന്നിട്ടുണ്ട് എങ്കിലും ആ പാഷനോടുകൂടി അത് പെർസെവറൻസോടുകൂടി മുമ്പിലേക്ക് പോകുക എന്ന് പറയുന്നൊരു സാധനമാണ്. ദർ ഇസ് എ ബുക്ക് കോൾഡ് ഗ്രിറ്റ്.
ഇപ്പം ജനറലി നമ്മളിപ്പോൾ അറ്റോമിക് ഹാബിറ്റ്സ് പോലെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ അവിടെ ഉണ്ട് എങ്കിലും ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് ഓട്ടോണമി, മാസ്റ്ററി ആൻഡ് പർപ്പസ്, ഈ 3 കാര്യങ്ങളാണ് നമ്മളെ ഏറ്റവും പീക്ക് പ്രൊഡക്ടിവിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു ഫയർ ഉള്ള സ്ഥലത്ത് ഈ ഒരു സ്പേസിൽ ഞാൻ എന്താ പറയുക, ഞാൻ കോളേജിലുള്ള സമയത്ത് വീഡിയോസ് കണ്ടിട്ടുണ്ട്. പിന്നെ ഐ തിങ്ക് ലാസ്റ്റ് ഇയർ ആണ് ആദ്യമായിട്ട് ഈ സ്ഥലത്ത് എത്തുന്നത്. അപ്പോൾ ആ സമയത്താണെങ്കിലും ഞാൻ ഫസ്റ്റ് ക്യൂരിയോസിറ്റി ആയി പോയത് ഈ പറഞ്ഞ ആർട്ട് വർക്കും കാർട്ടൂൺസൊക്കെയാണ്. എന്താണ് ഈ ഒരു സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ ആർട്ട് വർക്കുകളിൽ ഓരോന്നിനും ഓരോ റിലവൻസ് ഉണ്ട്. ഈവൻ വാട്ട് ഈസ് ദി സ്പേസ് അബൌട്ട്? ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ഓരോ ആൾക്കാർ ഇപ്പം ഓവർ ദ ഇയേഴ്സ് പല സ്റ്റാർട്ടപ്പുകളും ഇവിടെ നിന്ന് സ്പ്രൗട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റാർട്ടപ്പുകളും. അപ്പം ഒരാൾ ഇവിടേക്ക് വരുന്ന സമയത്ത് അവർക്ക് ആ ഒരു സ്പ്രൗട്ട് ഇൻസ്പയർ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് പറ്റും, അതിനൊരു എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു കിട്ടുന്നത്. ഇപ്പം യു ക്യാൻ ലുക്ക് അറ്റ് ദ ക്ലോക്ക്, സമയം എത്രയാണെന്ന് പറയാമോ? ഇതെന്ന് റിവേഴ്സ് തിരിയണത്? റിവേഴ്സ് തിരിയണോ? ഇത് റിവേഴ്സ് താരം പറയുന്നത്. സമയം എത്രയാണെന്ന് പറ. സമയം 9:15. 9:15 ആയോ? 9:15 തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഓർഡർ തെറ്റാവുന്നുണ്ട് അല്ലേ? എന്ത് ഓർഡർ തെറ്റാണ്? എന്താണ് അവിടുത്തെ തെറ്റ്? മിസ്റ്റേക്ക് എന്താണെന്ന് പറ. സൂചി ഇങ്ങനെയാണ് തിരിയേണ്ടത്. അങ്ങനെയാണ് തിരിയേണ്ടത് ആരാ പറഞ്ഞത്? ഹൂ ടോൾ ദാറ്റ് സൂചി ഇങ്ങനെയാണ് തിരിയേണ്ടതെന്നുള്ളത്? നമ്മൾ കണ്ട് വളർന്നത് അങ്ങനെയാണല്ലോ, ക്ലോക്ക് വൈസ് ആണ്. അവിടെ എഴുതിയേക്കുന്നത് വായിക്കാവോ? ഡെയർ ടു ചാലഞ്ച് ദി സ്റ്റാറ്റസ് കോ. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് കോയെ ഇത് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ. നമ്മളെല്ലാം ഈ പറയുന്നത് അനുസരിച്ച് ആ ഒരു വരയിലൂടെ മാത്രം പോവുക. CMMI ലെവൽ 5 സർട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇന്ന പ്രോസസ്സ് ഫോളോ ചെയ്യുക. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഇറ്റ് കർട്ടേഴ്സ് ഇന്നോവേഷൻ. ഇന്നോവേഷൻ ഈസ് ഡീവിയേഷൻ ഫ്രം വാട്ട് ഈസ് ദ എക്സിസ്റ്റിംഗ് അല്ലേ? അതിലേക്ക് ചെയ്യാൻ പറ്റുന്നൊരു കൾച്ചർ ഇല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ അതിനെ ഒന്ന് സ്പാർക്ക് ചെയ്യാനായിട്ടാണ് ഡെയർ ടു ചലഞ്ച് ദ സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നൊരു കോട്ടിൽ നമ്മൾ ക്ലോക്ക് വൈസ് ഒന്ന് എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ഡയറക്ഷനാണ് ക്ലോക്ക് വൈസ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോക്ക് എങ്ങനെയാണ് തിരിയുന്നത് എന്നുള്ളത് ഈ ഒരു ഡയറക്ഷനിലേക്കാണ്. നമ്മൾ 1, 2, 3, 4, 5, 6, 7 നിൽക്കുന്നു, വലിയ സൂചി എവിടെ നിൽക്കുന്നു, ചെറിയ സൂചി എവിടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ നമ്മുടെ ഒരു ക്ലോക്കിൻ്റെ ടൈം കണ്ടെത്താനുള്ള സാധനം. അപ്പോൾ ഇത് പ്രീ കൺസീവ്ഡ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ച് വെക്കുന്നതിന് അൺലേൺ ചെയ്ത് പുതിയ കാര്യത്തിനെ നോക്കാനായിട്ട് പറ്റണമെന്നുള്ളത് സ്പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലോക്ക് ഇത് ചെയ്യുന്നത്. സോ ദാറ്റ് യു ക്യാൻ ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഇതുവരെയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് റിജിഡായിട്ട് ഫിക്സ്ഡ് മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്ക് അത് പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല. കറക്റ്റ്. പക്ഷേ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളിന് ഇതുവരെയുള്ള സാധനങ്ങൾ മൊത്തം അവിടെ പോസ് ചെയ്യും, പുതിയതായിട്ട് ഇപ്പോൾ പഠിച്ച സാധനം വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഇതുപോലത്തെ വേറെ ഏതൊക്കെയാണ് കാർട്ടൂൺസ്? ഇപ്പോൾ താഴെ ഇപ്പോൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ്? ഗ്രിറ്റ് എന്ന് പറയുന്നത് പാഷൻ പ്ലസ് പേഴ്സവറൻസ്. നമ്മൾ എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ വേൾഡിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കോമൺ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണുള്ളത്. ഇറ്റ് ഈസ് നോട്ട് IQ or EQ, ഇറ്റ് ഈസ് ഗ്രിറ്റ്. ഒരു പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഈ ഓരോ സാഹചര്യങ്ങളിലും താഴെ വീണ് പോയിട്ടുണ്ടാവും. എത്ര പ്രാവശ്യം വീണു എന്നുള്ളതല്ല, വീണ്ടും വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് മുമ്പിലേക്ക് പോയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും സ്പോർട്സിലായിക്കോട്ടെ, സിനിമയിലായിക്കോട്ടെ, സ്റ്റാർട്ടപ്പിലായിക്കോട്ടെ, സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ചുറ്റും അവരെ പിടിച്ചു വലിക്കാനും താഴെ ഇടാനും ഉള്ള ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റീവ് ജോബ്സ് എടുത്തു കഴിഞ്ഞാലും എല്ലാം അവരാരും ദൈവമായിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന ഒരു കോമൺ ക്വാളിറ്റി ഈസ് ഗ്രിറ്റ് ഓർ പേഴ്സവറൻസ്. അവർക്ക് പാഷനേറ്റ് ആയിട്ട് പേഴ്സവറൻസോടെ മുമ്പിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഒരു കോർ വാല്യൂവിൽ വരുന്നൊരു കാര്യം. ഫ്ലോനെ പറ്റി പറയുന്നത് സ്റ്റേറ്റ് ഓഫ് എഫോർട്ട്ലെസ് കോൺസെൻട്രേഷൻ. ഫ്ലോ എന്ന് പറയുന്നത് നമ്മളിപ്പം പോഡ്കാസ്റ്റ് നമ്മൾ തുടങ്ങി 2 മണിക്കൂറായി 3 മണിക്കൂറായി, വി ലോസ് ട്രാക്ക് ഓഫ് ടൈം. ട്രാക്ക് ഓഫ് ടൈം ആൻഡ് വി വർ ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ വാട്ട് വി ആർ ഡൂയിങ് ആൻഡ് ദാറ്റ് ഈസ് ദ ഓൺലി ടൈം വി ആർ ഹാപ്പി. നമ്മളിപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ടൈം മറന്നു പോയിട്ട് സിനിമ തീർന്നു അയ്യോ ഒന്ന് ആലോചിക്കുന്ന സമയമുണ്ട്. ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യുന്നതായിരിക്കും, കൂട്ടുകാരായിട്ട് സംസാരിക്കുന്നതാവാം. എപ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു ആ ടൈം ശരിക്കും നമ്മൾ ഫ്ലോയിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്. അവിടെ ടൈം കോൺഷ്യസ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു കൾച്ചർ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫ്ലോയാണ് അവിടെ ഇല്ലാണ്ടാവുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ലൈക്ക് വി ഡു നോട്ട് നീഡ് ക്വാളിറ്റി ടൈം, വി ഡു നോട്ട് നീഡ് മോർ ടൈം, വി നീഡ് ക്വാളിറ്റി ടൈം. ആ ഫ്ലോയിൽ ഇമേഴ്സീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം കോഡ് എഴുതിയാൽ മതി. അല്ലാത്ത സമയത്ത് നിങ്ങൾ എന്ത് വേണോ ചെയ്തോളൂ എന്ന് പറയുന്നൊരു ക്വസ്റ്റൻ. അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്നാണ് നമുക്ക്. ബിക്കോസ് വി ആർ ടാസിഡ് വർക്കേഴ്സ്, വി ആർ നോട്ട് ട്രാൻസ്ഫോർമേഷണൽ വർക്കേഴ്സ്. അതായത് നമ്മുടെ ഒരു ഫാക്ടറിയിൽ കുറേ സാധനത്തെ എടുത്ത് അപ്പുറത്തോട്ട് വെക്കുന്ന ഫിസിക്കൽ ലേബർ അല്ല നമ്മൾ ചെയ്യുന്നത്.
നമ്മളുടെ ബ്രെയിനിന് ആ ഒരു ഫ്രീ സ്പേസിൽ നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് ടു ബി ഹാപ്പി. അപ്പോൾ ആ ഹാപ്പിനെസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഒപ്റ്റിമലായിട്ടുള്ള ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ബ്രേക്ക് ദ എക്കോ ചേമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലം, ദാറ്റ് ഈസ് ദ കോർ മെസ്സേജ്. അതായത് നമുക്ക് ചുറ്റുമുള്ള കുറേ ആൾക്കാരുടെ ആവറേജാണ് നമ്മൾ. എനിക്കെന്തറിയാം, അത് തന്നെയാണ് എൻ്റെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാർ അറിയുന്ന സെയിം സാധനം തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫീൽഡുകളിലും എല്ലാം നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാകുമ്പോൾ നമ്മളൊരു എക്കോ ചേമ്പറിലായി എന്ന് പറയും. ഞാൻ പറയുന്നതിനെ തിരിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം. അവിടെ നമ്മൾക്ക് ഒരു അഹങ്കാരം വരിക, എനിക്കെല്ലാം അറിയാവുന്നൊരു അഹങ്കാരം. ബട്ട് വി ആർ അൺകോൺഷ്യസ്ലി ഇൻകംപീറ്റൻറ്റ്. നമുക്ക് ഇൻകംപീറ്റൻ്റ് ആണെന്ന് നമുക്ക് അറിയില്ല. കാര്യം ബാക്കി അതിൻ്റെ പുറത്ത് എന്താണെന്ന് അറിയാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇത്തരം പോഡ്കാസ്റ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്തരം പുതിയ പുതിയ ആൾക്കാരെ കണക്ട് ചെയ്താൽ ഇതെല്ലാം നമ്മുടെ എക്കോ ചേമ്പേഴ്സിനെ ബ്രേക്ക് ചെയ്യുകയാണ്. സോ വി ഹാവ് ടു കോൺസ്റ്റൻ്റ്ലി ബ്രേക്ക് അവർ എക്കോ ചേമ്പർ. നമ്മളാണ് ഒരു കമ്മ്യൂണിറ്റിക്കകത്ത്, നമ്മളാണ് ഏറ്റവും കൂടുതലും, നമ്മളെല്ലാ സാധനവും നമ്മൾ തന്നെ പറയുന്ന എല്ലാവരും ശരിയെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങൾ ആ ഒരു എക്കോ ചേമ്പർ പൊട്ടിക്കാൻ സമയമായി. വീണ്ടും അടുത്തൊരു ലെവലിലേക്ക് വരും. അവിടെയും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു കംഫർട്ട് സോണിലേക്ക്, നമ്മളൊരു എക്കോ ചേമ്പറിലേക്ക് എത്തും. സോ കോൺസ്റ്റൻ്റ്ലി ബ്രേക്കിംഗ് ദ എക്കോ ചേമ്പേഴ്സ് ഈസ് ദ മസ്റ്റ് ഫോർ എനി സ്റ്റാർട്ടപ്പ് ടു സക്സീഡ്. പിന്നെ വേറൊരു സാധനം, ഫോളോ നൺ ബട്ട് ലേൺ ഫ്രം എവരി വൺ. അതായത് നമുക്ക് പലപ്പോഴും ഉള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾ ആരെങ്കിലും ഒരാളെ അങ്ങോട്ട് ഫോളോ ചെയ്യും, അയാൾ പറയുന്നത് എല്ലാം ഇതാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങ് ഫോളോ ചെയ്തിട്ട് അയ്യോ ഞാൻ സക്സസ്ഫുൾ ആയില്ലേ എന്ന് പറയും. ഓരോ ആൾക്കാരും അവരുടേതായിട്ടുള്ള കോണ്ടെക്സ്റ്റിലാണ് ജീവിക്കുന്നത്. അവർ ചെയ്ത സാഹചര്യങ്ങൾ അതേ സാധനം വേറൊരു സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കണമെന്നില്ല. ഓരോ ആൾക്കാരെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അയാൾ പറയുന്നതെന്ന് നമ്മൾ ലേൺ ചെയ്യുകയും ആ ലേൺ ചെയ്തിട്ട് നമ്മളുടെ കോണ്ടെക്സ്റ്റൂടെ അപ്ലൈ ചെയ്തിട്ട് വേണം അത് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ. സോ യു ഹാവ് ടു ലേൺ ഫ്രം എവരി വൺ. ബ്ലൈൻഡ് ആയിട്ട് ആരെയും എന്നെ അടക്കം ഫോളോ ചെയ്യരുത് എന്നുള്ളതാണ് ആ ഒരു മെസ്സേജ്. I think that actually makes you a very good person to be in part of the KPH podcast as well. And thanks again be sharing these things. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ആൻഡ് ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഭയങ്കര ലക്ഷ്യം വെച്ചിട്ട് പോകുന്ന ആളല്ല. നമ്മൾ ഓരോ സാഹചര്യത്തിലും വരുന്നു, അവിടെ നെക്സ്റ്റ് ബെസ്റ്റ് എന്താണ്, ഏത് പാത്ത് തിരഞ്ഞെടുക്കണമെന്ന് നോക്കുന്നു, അവിടെ ചെയ്ത് ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അപ്പോൾ ഇങ്ങനൊരു പോഡ്കാസ്റ്റ് തുടങ്ങി മലയാളത്തിൽ അത്തരം ആൾക്കാരെ പരിചയപ്പെടുത്തി കണ്ടിന്യൂസ് ആയിട്ട് അത് മുടങ്ങാണ്ട് ചെയ്തു പോകുന്നൊരു പെർസവറൻസ് നിങ്ങൾ കാണിക്കുന്നതിനകത്ത് ഭയങ്കര വലിയ സന്തോഷമുണ്ട്. കാര്യം ഇത്തരം ആൾക്കാരെ, ഓരോ ആൾക്കാരെ, ഞാൻ അറബിനെ ലിസൺ ടു ഓൾ യുവർ പോഡ്കാസ്റ്റ് വരെയുള്ള എല്ലാ പോഡ്കാസ്റ്റുകളും, അതും അർജുന പിള്ളയുടെ ഇതൊക്കെ ഞാൻ ഫുള്ളായിട്ട് ഒറ്റ ഇരുപ്പിൻ്റെ അടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. കാര്യം അത്രയും ഇൻഫർമേഷൻസ് ഒരിക്കലും പുറത്തേക്ക് വരില്ല. എല്ലാവരും പൊതുവെ ഇൻട്രോവേർട്ടഡ് ആയിരിക്കും. അപ്പോൾ അവരുടെ ആ സ്റ്റോറീസാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആവേണ്ടത്. അത് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് കേരള പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു, അതും ലോങ് ഫോമിൽ പോഡ്കാസ്റ്റുകൾ ചെയ്യാനായിട്ടുള്ള തീരുമാനവും അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് പെടേണ്ടതാണ്. അതുപോലെ തന്നെ ബാക്കി മുമ്പിലേക്ക് ഒരുപാട് പേര് അത് എനിക്ക് ഇത് ചെയ്ത് കൊണ്ടുവരട്ടെ, ഒരുപാട് ആൾക്കാരുടെ ലൈഫിനെ ടച്ച് ചെയ്യാൻ സാധിക്കട്ടെ. Yes, thank you. Yes.